ഹലോ എവ്രി വൺ, വെൽക്കം ടു ദ ക്ലാസ്സസ്. ഇന്ന് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ഇന്ത്യൻ ഭരണഘടനയുടെ സ്റ്റാർട്ടിംഗ് ക്ലാസ് ആണ് ഇന്ന്. അപ്പൊ അതില് ഇന്നത്തെ ടോപ്പിക് ഇന്ത്യൻ ഭരണഘടനയിലെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതുന്നതിന് മുമ്പായിട്ട് എന്തൊക്കെയാണ് നടന്നത്, നമ്മൾ എന്തിനാണ് ഇന്ത്യൻ ഭരണഘടന എഴുതിയതിന് മുമ്പുള്ള കാര്യങ്ങൾ പഠിക്കുന്നത് എന്ന് വെച്ചാൽ, നമുക്ക് പല കാര്യങ്ങളും, അതായത് നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതുന്നതിന് മുമ്പ്, അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് നമുക്കറിയാം ബ്രിട്ടീഷുകാരായിരുന്നു ഇവിടെ ഭരിച്ചിട്ടുണ്ടായിരുന്നത്, അല്ലെ? അപ്പൊ ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്ത് ഉള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പിന്നീട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതുമ്പോൾ അതിനെ സ്വാധീനിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ അതിൽ നിന്നും എടുത്തിട്ടുമുണ്ട്, കടമെടുത്തിട്ടുമുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ടെല്ലാം നമുക്ക് ഈ ഭരണഘടന എഴുതുന്നതിന് മുമ്പുള്ള കാര്യങ്ങൾ, അതിന്റെ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കുറച്ച് അറിഞ്ഞിരിക്കണം. ഈ ടോപ്പിക് ശരിക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള GK നമ്മൾ പഠിക്കുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ടോപ്പിക്കിലും വരും. അതുപോലെ തന്നെ ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യയുടെ ചരിത്രം എന്നുള്ള ടോപ്പിക്കും രണ്ടും കൂടെ മിക്സ് ആയിട്ടായിരിക്കും നമുക്ക് ഈ ടോപ്പിക്കുകൾ നമുക്ക് വരിക. ആക്ച്വലി ഇതിൽ ഏത് ടോപ്പിക്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ പിന്നീട് ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുമ്പോഴും നമുക്ക് ചിലപ്പോൾ പഠിക്കേണ്ടി വരും. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞ ബോണസ് ആണ്. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന ടോപ്പിക്കുകളും ഉണ്ട് ഇതിൽ, അതേപോലെ തന്നെ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ വരുന്ന ടോപ്പിക്കുകളും ഉണ്ട് ഇതിൽ. അപ്പൊ നമുക്ക് പഠിക്കുന്ന സമയത്ത് രണ്ടും കൂടെ കമ്പൈൻഡ് ആയിട്ടായിരിക്കും പഠിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ എപ്പോ മുതലാണ് നമ്മളത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? അപ്പൊ ഇന്ത്യൻ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമുക്ക് ഏൻഷ്യന്റ് ഇന്ത്യയുണ്ട്, അതായത് പ്രാചീന ചരിത്രം നമുക്ക് ഇന്ത്യയുടെ പഠിക്കാനുണ്ട്. അതേപോലെ മെഡീവൽ, ഓക്കെ, മധ്യകാല ഇന്ത്യ, അതും നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ മോഡേൺ ഇന്ത്യയും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഇതില് നമുക്ക് ഏത് ഭാഗമാണ് പഠിക്കേണ്ടത്? നമുക്കിത് ആക്ച്വലി പഠിക്കേണ്ടത് എവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രിട്ടീഷുകാര് ബ്രിട്ടീഷുകാർ എപ്പോഴാണോ ഇന്ത്യ ഭരിക്കാൻ തുടങ്ങുന്നത് ആ ഒരു കാലഘട്ടം മുതലാണ് നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ കാര്യങ്ങൾ പഠിക്കുന്നത്. കാരണം ഇവർ ആ സമയങ്ങളിൽ, ഇന്ത്യ ഭരിക്കുന്ന സമയങ്ങളിൽ കുറെ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ നിയമങ്ങളെല്ലാം പിന്നീട് നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അത് ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഭരിച്ച കാലം മുതലുള്ള കാര്യങ്ങൾ നമുക്ക് എല്ലാ കാര്യങ്ങളും പഠിക്കേണ്ട കാര്യമില്ല. ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോൾ ഇവിടെ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട്, രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട്, അതേപോലെ കൾച്ചറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക. അതെല്ലാം ഹിസ്റ്ററിയുടെ ഭാഗമാണ്. അതെല്ലാം നമ്മൾ പഠിക്കുക എപ്പോഴായിരിക്കും? ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുമ്പോഴായിരിക്കും നമ്മൾ പഠിക്കുക. പക്ഷേ ഇതില് നമുക്ക് പഠിക്കാനുള്ളത് ഏതാ? ഇതിൽ ഇവർ കുറച്ച് നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ബ്രിട്ടീഷുകാര് നമ്മളെ കൺട്രോൾ ചെയ്യാനും, അതേപോലെ ബ്രിട്ടീഷുകാര് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറഞ്ഞ ഒരു കച്ചവടക്കാരായിരുന്നു, അവരെ കൺട്രോൾ ചെയ്യാനെല്ലാം കുറച്ച് നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ നിയമങ്ങളെ കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. എന്നിരുന്നാലേ നമുക്ക് ഇന്ത്യൻ ഭരണഘടന പഠിക്കുമ്പോൾ നമുക്കത് ഒരു ഈസി ആയിട്ട് കൃത്യമായിട്ട് നമുക്കത് പഠിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോ എന്ന് മുതലാണ് നമുക്ക് പഠിക്കേണ്ടത്? നമുക്കറിയാം ബ്രിട്ടീഷുകാർ ഇവിടെ ആദ്യം കച്ചവടത്തിന് വേണ്ടിയാണ് വന്നത്, അല്ലെ? അവർ ട്രേഡിനാണ് വന്നത്. അപ്പൊ കച്ചവടത്തിന് വേണ്ടി വന്ന ബ്രിട്ടീഷുകാര് പിന്നീട് ഇന്ത്യയെ എന്ത് ചെയ്യുന്നു? ഭരിക്കുന്നു. അപ്പൊ എങ്ങനെയാണ് ഇവർ ആദ്യമായിട്ട് എപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത്? ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ പോർച്ചുഗീസുകാരും ഫ്രഞ്ചുകാരെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യമായിട്ട് കച്ചവടത്തിന് വിദേശ രാജ്യങ്ങളിൽ നിന്നും വന്നത് ബ്രിട്ടീഷുകാരല്ല, മറിച്ച് ആദ്യമായിട്ട് നമുക്കറിയാം പോർച്ചുഗീസുകാരാണ് ആദ്യമായിട്ട് ഇന്ത്യയിലോട്ട് വരുന്നത്. അവര് വന്നത് 1498 നമ്മൾ കേട്ടിട്ടുണ്ടാവും, വാസ്കോഡഗാമ, അല്ലെ? അതായത് 1498 ആദ്യമായിട്ടൊരു യൂറോപ്യൻസ് കച്ചവടത്തിന് വേണ്ടി ഇവിടെ വരുന്നത്. 1498 ഈ വർഷം ഓർത്തു വെച്ചോളൂ. ഇതിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ആദ്യമായിട്ട് വരുന്നത് ആരാണ്? പോർച്ചുഗീസുകാരാണ് കേട്ടോ. പോർച്ചുഗീസ് നമുക്കറിയാം ഇവിടെയാണ് വന്നത്. എവിടെയാ? കേരളത്തിലാണ് വന്നത്, അല്ലെ? കാപ്പാട് ബീച്ചിലാണ് വന്നത് വാസ്കോഡഗാമ. ഓക്കെ, ഇപ്പൊ ആദ്യമായിട്ട് ചോദിക്കാം, ആദ്യമായിട്ട് എക്സാമിനൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ആദ്യമായിട്ട് വന്ന യൂറോപ്യൻസ്, ആദ്യമായിട്ട് കച്ചവടത്തിന് വന്ന യൂറോപ്യൻസ് ഏത് വർഷമാണ് ഇവിടെ വന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാ വർഷം? 1498. ഇംഗ്ലീഷുകാരാണോ വന്നത്? അല്ല, പോർച്ചുഗീസുകാരാണ് ആദ്യമായിട്ട് വന്നത്. അപ്പൊ ആദ്യമായിട്ട് വന്ന് കാല് കുത്തിയ ആ മനുഷ്യന്റെ പേരാണെന്ത്? വാസ്കോഡഗാമ, അല്ലെ? നമുക്ക് എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഈ പേര്, നമുക്ക് എല്ലാരും കേട്ടിട്ടുണ്ടാവണം, സ്കൂളെല്ലാം പഠിക്കുമ്പോൾ കേട്ടിട്ടുണ്ടാവും, അല്ലെ? അപ്പൊ എന്താണ്? വാസ്കോഡഗാമയാണ്, പോർച്ചുഗീസുകാരനാണ്. ആദ്യമായിട്ട് വന്ന വർഷം ഏതാണ്? 1498. ആദ്യമായിട്ട് വന്ന് കാല് കുത്തിയത് ഇന്ത്യയിൽ എവിടെയാണ്? കേരളത്തിലാണ് വന്നത്, അല്ലെ? കാപ്പാട് ബീച്ചിലാണ് വന്നത്. പക്ഷെ ആദ്യമായിട്ട് വന്നത് പോർച്ചുഗീസുകാരാണെങ്കിലും പിന്നീട് ഇവിടെ ഏറ്റവും കൂടുതൽ എന്താ പറയാ
അധികാരം സ്ഥാപിച്ചതും ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഭരിച്ചതും ഇവിടെ നമ്മൾ എന്താണ് നമ്മളെ ചൂഷണം ചെയ്ത് പോയതും എല്ലാം ഇംഗ്ലീഷുകാരാണ്, ബ്രിട്ടീഷുകാരാണ് അത് ചെയ്തത് കേട്ടോ. അപ്പൊ എങ്ങനെയാണ് അതാണ് നമ്മുടെ സ്റ്റാർട്ടിങ്. നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ബ്രിട്ടീഷുകാരുടെ കാര്യത്തിലേക്ക് കടക്കാം. എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ ആദ്യമായി എത്തിയത് ഇവിടെ 1600-ലാണ് കേട്ടോ. 1600-ലാണ് ബ്രിട്ടീഷുകാർ ആദ്യമായിട്ട് ഇന്ത്യയിലോട്ട് വരുന്നത്. അതിനു മുമ്പ് 1498 നമ്മൾ പഠിച്ചു. 1498 അതിനേക്കാൾ എത്ര 100 വർഷം, 102 വർഷം എക്സാക്ട്ലി മുമ്പ് ഇവിടെ പോർച്ചുഗീസുകാർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രഞ്ചുകാർ, ഫ്രാൻസ് എന്നുള്ള ആൾക്കാരുണ്ട്. പക്ഷെ ബ്രിട്ടീഷുകാരാണ് ഏറ്റവും അവസാനം എത്തുന്നത്. 1600-ലാണ് ബ്രിട്ടീഷുകാർ എത്തുന്നത് കേട്ടോ. 1600-ൽ എത്തിയിട്ട് പിന്നീട് ഇവര് ട്രേഡിന് വേണ്ടിയാണ് വരുന്നത്. ട്രേഡിന് വേണ്ടി വരിക എന്ന് പറഞ്ഞാൽ കച്ചവടത്തിന് വേണ്ടിയാണ് വരുന്നത്. അതും ബ്രിട്ടീഷ് ഗവൺമെന്റ് അല്ല വരുന്നത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് 1600-ല് ഇങ്ങോട്ട് വരുന്നത് അവിടുത്തെ ഒരു കമ്പനിയാണ്, അല്ലാതെ ബ്രിട്ടീഷ് സർക്കാർ ഗവൺമെന്റ് ഒന്നും അല്ല കച്ചവടത്തിന് വരുന്നത്. 1600-ൽ ഇന്ത്യയിലോട്ട് വരുന്നത് ആദ്യമായിട്ട് വരുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതായത് ബ്രിട്ടീഷ് ആ രാജ്യത്തിലുള്ള തന്നെ, ബ്രിട്ടനിലുള്ള തന്നെ ഒരു കമ്പനിയായിരുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ആദ്യമായിട്ട് ഇങ്ങോട്ട് ഇന്ത്യയിലോട്ട് 1600-ൽ വരുന്നത്. അവര് വരുന്ന സമയത്ത് ഇവിടെ ഫ്രാൻസുകാരുണ്ടായിരുന്നു, അതേപോലെ പോർച്ചുഗീസുകാർ എല്ലാവരും ഇവിടെ കച്ചവടം നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ കച്ചവടം ഇവർ ചെയ്യുന്ന ഈ ട്രേഡ് ആർക്കാണ് കൂടുതൽ ലാഭം, ഇല്ലെങ്കിൽ അതിന്റെ മൊണോപോളി എന്ന് പറയും. അതായത് ഏകാധിപത്യമായിട്ട് ഇവിടെ ട്രേഡ് ചെയ്യണം, വേറെ ആർക്കും ലാഭം പോകരുത് എന്നുള്ളത് കൊണ്ട് ഈ ബ്രിട്ടീഷുകാരും ഫ്രാൻസുകാരും പോർച്ചുഗീസുകാരും തമ്മിൽ വളരെ മത്സരം ഉണ്ടായിരുന്നു. അത് പലതവണ യുദ്ധത്തിലേക്കും പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നടന്ന 3 യുദ്ധമാണ് ഈ കർണാടിക് വാർസ് കേട്ടോ. ഈ കർണാടിക് വാർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പത്തെ കർണാടക ആ ഒരു കോസ്റ്റൽ ഏരിയയിലാണ് ആ യുദ്ധം നടന്നത്. ഈ യുദ്ധം നടന്നത് ഈ കാലഘട്ടത്തിൽ 1740 മുതൽ 1763 വരെ ഈ യുദ്ധങ്ങൾ തമ്മിൽ നടന്നത് ഈ പോർച്ചുഗീസും, അതായത് വന്നിട്ടുള്ള ഈ യുദ്ധങ്ങൾ ഫ്രാൻസും അതുപോലെ തന്നെ ബ്രിട്ടനും തമ്മിലാണ് യുദ്ധം. ഇംഗ്ലണ്ട് കേട്ടോ, ബ്രിട്ടൻ എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ഇവിടെ ആരായിരുന്നു? ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും അതേപോലെ ഫ്രാൻസിലുണ്ടായിരുന്ന കച്ചവടക്കാരും തമ്മിൽ ഫ്രഞ്ച് ഫോഴ്സസും, ഫ്രാൻസിലുള്ള ഫോഴ്സുകളും അതേപോലെ ഇംഗ്ലണ്ടിലുള്ള ഫോഴ്സ് പറഞ്ഞാൽ ആരാണ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട് കച്ചവടം നടന്നത്. അപ്പൊ ഇവര് തമ്മിലായിരുന്നു യുദ്ധം. ആരാണ്? ഈ കർണാടിക് വാർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈദേശിക ശക്തികൾ, അതായത് വിദേശത്ത് നിന്ന് വന്നിട്ടുള്ള ശക്തികൾ തമ്മിലുള്ള യുദ്ധമായിരുന്നു ഈ കർണാടിക് വാർസ്. 3 യുദ്ധങ്ങളായി 3 കാലഘട്ടത്തിലായി നടന്നു. 1740 മുതൽ 48 വരെ നടന്നിട്ടുണ്ട്. 1749 മുതൽ 53 വരെ നടന്നിട്ടുണ്ട്. 1758 മുതൽ 63 വരെയും നടന്നിട്ടുണ്ട്. ഈ യുദ്ധങ്ങളെല്ലാം കഴിയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇവിടെ ആരായിരിക്കും ജയിച്ചിട്ടുണ്ടാവുക? ഫ്രാൻസും ഇംഗ്ലണ്ടും തമ്മിലാണ് യുദ്ധം. നമുക്കറിയാം നമ്മളെ ഭരിച്ചാരാണ്? ഇംഗ്ലണ്ടാണ് നമ്മളെ ഭരിച്ചല്ലേ. ഇംഗ്ലണ്ട് പറഞ്ഞാൽ ബ്രിട്ടൻ. ഓക്കെ, ഈസ്റ്റ് ഇന്ത്യ കമ്പനി, അവിടെ കമ്പനി, ഈ കമ്പനിയാണ് കുറച്ചു കാലം നമ്മളെ ഭരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോ നമുക്കറിയാം പിന്നീട് ആരായിരിക്കും ജയിച്ചിട്ടുണ്ടാവുക? ഈ യുദ്ധത്തിലെല്ലാം ജയിച്ചു വന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഇംഗ്ലണ്ട് ആയിരുന്നു, ബ്രിട്ടൻ ആയിരുന്നു കേട്ടോ. അപ്പൊ ബ്രിട്ടനാണ് എന്താണ് ഈ യുദ്ധത്തിലെല്ലാം ജയിച്ചത്. അപ്പൊ ബ്രിട്ടൻ പിന്നീട് നോക്കൂ, ഈ കർണാടിക് വാസോടുകൂടി ഇവരെന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, കർണാടിക് വാസ് കഴിയുന്നതോടുകൂടി ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏറ്റവും ടോപ്പിൽ വരികയാണ്, ബാക്കി എല്ലാവരെയും തോൽപ്പിക്കുകയാണ്. ഓക്കെ, അതായത് അവര് തമ്മിലുള്ള യുദ്ധം ഈസ്റ്റ് ഇന്ത്യ ഫ്രാൻസും ഈ യുദ്ധങ്ങൾ ഫ്രാൻസും ഇംഗ്ലണ്ടും തമ്മിലായിരുന്നു കേട്ടോ. അപ്പൊ ഫ്രാൻസും ഇംഗ്ലണ്ടും തമ്മിൽ നടന്നപ്പോൾ എന്തായി? ഫ്രാൻസ് തോറ്റു. ആരാ ഇവിടെ ഉള്ളത്? ഇംഗ്ലണ്ടിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ബ്രിട്ടനിലുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരുന്നു പിന്നീട് ഇവിടെ ഏറ്റവും കൂടുതൽ കച്ചവടത്തിന് വേണ്ടി ഏറ്റവും നന്നായിട്ട് അവര് അധികാരത്തിൽ വരുന്നത്. അധികാരത്തിൽ വരിക എന്നല്ല, കച്ചവടത്തിൽ ബാക്കിയുള്ളവരെല്ലാം അവർ തോൽപ്പിച്ചു. കച്ചവടം ചെയ്തിട്ടല്ല തോൽപ്പിച്ച്, യുദ്ധം ചെയ്തിട്ടാണ് തോൽപ്പിക്കുന്നത് കേട്ടോ. പിന്നീട് നോക്കൂ, പിന്നീട് എങ്ങനെയാണ് ഇപ്പൊ ഇവിടെ അതിനുശേഷം ഈ കർണാടിക് വാർസ് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ആര് മാത്രമേ ഉള്ളൂ? മെയിനായിട്ട് ബാക്കിയുള്ളവരുണ്ടെങ്കിലും അവർ നാമമാത്രത്തിന്, വളരെ പേരിന് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കച്ചവടം ചെയ്യുന്നത്. പിന്നീട് 2 യുദ്ധം നോക്കും, ബാറ്റിൽ ഓഫ് പ്ലാസി, ബാറ്റിൽ ഓഫ് ബുക്സർ. ഈ 2 യുദ്ധത്തോടുകൂടി, ഈ യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ്, കർണാടിക് വാർസ് കഴിഞ്ഞപ്പോൾ പിന്നീട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മാത്രമാണ് അവിടെ ഏറ്റവും ട്രേഡ് മൊണോപോളി, അവർക്കാണ് ഏറ്റവും കൂടുതൽ അവര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം ഈ ബാറ്റിൽ ഓഫ് പ്ലാസിയും ബാറ്റിൽ ഓഫ് ബുക്സറും വരുന്നുണ്ട് 1757 1764. ഈ 2 യുദ്ധങ്ങളോടുകൂടി ഇവിടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ അധികാരം സ്ഥാപിക്കുകയാണ്. വ്യത്യാസം മനസ്സിലാക്കണം. കർണാടിക് വാർസ് കഴിഞ്ഞതോടുകൂടി അവര് മാത്രമേ കച്ചവടം ചെയ്യാനുള്ളൂ.
ബാക്കി ഫ്രാൻസ് തന്നെ എല്ലാവരും അവർ തോൽപ്പിച്ചു. പിന്നീട് അതിനുശേഷം ഇവിടെ അധികാരം, അതായത് അവർ കച്ചവടം എന്നുള്ളതിനപ്പുറം ഇവർ ഇവിടുത്തെ അധികാരം സ്ഥാപിക്കുകയാണ്. ഇന്ത്യയിൽ അധികാരം സ്ഥാപിക്കുന്നത് ആ രണ്ട് യുദ്ധത്തോടു കൂടിയാണ്. ഏതൊക്കെയാ? ബാറ്റിൽ ഓഫ് പ്ലാസിയും അതുപോലെ തന്നെ ബാറ്റിൽ ഓഫ് ബുക്സറും. ഈ രണ്ട് യുദ്ധം കഴിഞ്ഞതോടുകൂടി ഇവർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇവിടെ കരം പിരിക്കാനുള്ള അധികാരം കിട്ടുകയാണ്. കരം പിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ടാക്സ് ചുമത്താൻ. ആർക്കാണ് ടാക്സ് ചുമത്താൻ അധികാരമുള്ളത്? ഇപ്പൊ ഇന്ത്യയിൽ ആരാ ടാക്സ് ചുമത്തുക? നമ്മുടെ മേലെ നമുക്കറിയാം, ഇൻകം ടാക്സ് ഉണ്ട്, സെയിൽ ടാക്സ് ഉണ്ട്, GST ഉണ്ട് അല്ലെ? ഈ GST ഒക്കെ ആരാണത് ചുമത്തുക? സർക്കാരാണ് ചുമത്തുക അല്ലെ? ഇപ്പൊ GSTന്റെ എങ്ങനെയാണ്? സംസ്ഥാന സർക്കാരും ഷെയർ ഉണ്ട്, അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനും ഷെയർ ഉണ്ട്. അപ്പൊ ആരാണെങ്കിലും ഇവിടെ ഭരിക്കുന്നത് ആരാണോ, ഇപ്പൊ ഇന്ത്യയിൽ ആരാ ഭരിക്കുന്നത്? നമ്മുടെ ഗവൺമെന്റ്സ് ആണ്. നമ്മൾ അധികാരത്തില് നമ്മളാണ് കയറ്റിവിടുന്നത്. നമ്മൾ വോട്ട് ചെയ്ത് നമ്മൾ ഇലക്ഷനിലൂടെ കയറ്റിവിടുന്ന ആ സർക്കാരാണ് നമ്മുടെ മേലെ ടാക്സ് ചുമത്തുന്നത്. മറിച്ച് അതായത് ആരാണോ ഇവിടെ ഭരിക്കുന്ന ആൾക്കാർക്കായിരിക്കും ടാക്സ് ചുമത്താനുള്ള അധികാരം അല്ലെ? ആ ടാക്സ് ചുമത്താനുള്ള അധികാരം കിട്ടുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കിട്ടുകയാണ് ഈ രണ്ട് യുദ്ധത്തോടു കൂടി. ഈ ബാറ്റിൽ ഓഫ് പ്ലാസിയും അതുപോലെ തന്നെ ബാറ്റിൽ ഓഫ് ബുക്സറും വർഷങ്ങൾ ഓർത്തു വെച്ചോളൂ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. പലതവണയായിട്ട് വർഷങ്ങൾ ചോദിച്ചിട്ടുണ്ട്. 1757 1764 ഈ രണ്ട് യുദ്ധം കഴിയുന്നതോടുകൂടി എന്താ സംഭവിക്കുന്നത്? ഇവർക്ക്, അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇവിടെ ഇന്ത്യയില് 3 സ്ഥലങ്ങൾ കേട്ടോ. ഏതൊക്കെയായിരുന്നു? ഇന്ത്യ മൊത്തമായിട്ടല്ല, ബംഗാള്, അതുപോലെ തന്നെ ബീഹാർ, പിന്നെ ഒഡീഷ. ഇപ്പത്തെ ഒഡീഷ, അന്ന് ഒറീസ എന്നായിരുന്നു അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഈ 3 സ്ഥലങ്ങളിലെയും ടാക്സ് ചുമത്താനുള്ള അധികാരം ഇവർക്ക് കിട്ടുകയാണ്. ഓക്കെ, നവാബ് അന്ന് അവിടെ നേരത്തെ ഭരിച്ചിരുന്ന ആൾക്കാരെ ഇവർ എന്ത് ചെയ്യണം? തോൽപ്പിക്കുകയാണ്, യുദ്ധം ചെയ്ത് തോൽപ്പിക്കുകയാണ്. ഇന്ത്യ അങ്ങനെ ഈ രണ്ട് യുദ്ധത്തോടുകൂടി ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് എന്താണ്? അടിയറവ് പറയാൻ തുടങ്ങുകയാണ്. അടിയറവ് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സ് പിരിക്കാനുള്ള അധികാരം ഈ രണ്ട് യുദ്ധത്തോടുകൂടി, ബാറ്റിൽ ഓഫ് പ്ലാസിയും ബാറ്റിൽ ഓഫ് ബുക്സറോടുകൂടിയും എന്ത് സംഭവിക്കുകയാണ്? ആ ടാക്സ് പിരിക്കാനുള്ള അധികാരം ഈ 3 സ്ഥലങ്ങളിലാണ്. പിന്നീട് മൊത്തമായിട്ട് എന്തായി? പിന്നീട് മൊത്തമായിട്ട് ഇന്ത്യ ഒട്ടാകെ അവരുടെ കയ്യിൽ ആവുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഈസ്റ്റ് ഇന്ത്യ കമ്പനി, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈസ്റ്റ് ഇന്ത്യ കമ്പനി കർണാടിക് വാസ് കഴിയുന്നതോടുകൂടി, ഈ കർണാടിക് വാസ് ആരൊക്കെ തമ്മിലാണ്? ഫ്രാൻസും ഈസ്റ്റ് ഇന്ത്യ കമ്പനി കേട്ടോ, അവര് തമ്മിലാണ്. ഫ്രാൻസ് തോൽക്കുകയാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്താവുന്നു? അവര് മാത്രമായിട്ട് ഇവിടെ കച്ചവടം ചെയ്യാനുള്ള അധികാരം അവരുടെ കയ്യിലെത്തുന്നു. ഓക്കെ, പിന്നീടോ ബാറ്റിൽ ഓഫ് പ്ലാസിയും ബാറ്റിൽ ഓഫ് ബുക്സറും കഴിയുന്ന സമയത്ത് 1757 1764 ഈ രണ്ട് യുദ്ധം കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇവർക്ക് ടാക്സ് ചുമത്താനുള്ള അധികാരം, അതായത് ഇവിടെ ഇന്ത്യ ഭരിക്കാനുള്ള അധികാരം 3 സ്ഥലങ്ങളിലെ ബംഗാളും ബീഹാറും ഒറീസയിലും അവർക്ക് അങ്ങനത്തെ ഒരു അധികാരം കിട്ടുന്നു. ഈ രണ്ട് യുദ്ധം കഴിയുമ്പോൾ ഒരു ട്രീറ്റി ഓഫ് അലഹബാദ് ഉണ്ട്. നമുക്ക് ട്രീറ്റി ഓഫ് അലഹബാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷം 1765 കേട്ടോ. അപ്പൊ അന്ന് അതൊക്കെ ഭരിച്ചിട്ടുണ്ടായിരുന്ന മുഗൾ എംപറർ ഷാ ആലം എന്ന് പറഞ്ഞൊരു വ്യക്തിയായിരുന്നു കേട്ടോ. അതൊക്കെ നമ്മൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും. അതും റോബർട്ട് ക്ലൈവ് എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ റെപ്രസെന്റേറ്റീവ് ആയിരുന്നു. ഇവർ രണ്ടുപേരും തമ്മിലുള്ള കരാർ എന്തിനാണ്? ഈ കരാറാണ് എന്ത്? ടാക്സ് ചുമത്താനുള്ള അധികാരം കൊടുക്കുന്നത് ബംഗാളിലും ബീഹാറിലും ഒറീസയിലും. ഈ രണ്ട് യുദ്ധം കഴിഞ്ഞപ്പോൾ 1757 1764 യുദ്ധം കഴിഞ്ഞപ്പോ 64 യുദ്ധം കഴിഞ്ഞു. പിന്നെ ടാക്സ് ചുമത്താനുള്ള ഒരു അധികാരം കൈമാറുന്നതാണ് ആ ട്രീറ്റി. ഓക്കെ, ആ ട്രീറ്റി ചിലപ്പോൾ ചോദിക്കാം, ട്രീറ്റി ഓഫ് അലഹബാദ് ഏതാ വർഷം എന്ന് ചോദിക്കാം. യുദ്ധം കഴിഞ്ഞ തൊട്ടടുത്ത വർഷം 1764 യുദ്ധം കഴിയുന്നത്. 1765 ആ ട്രീറ്റി, എന്നാണ് ട്രീറ്റി ഓഫ് അലഹബാദ്. ആരൊക്കെ തമ്മിലാണെന്നും ചോദിക്കാം. ഓക്കെ, അപ്പൊ മുഗൾ എംപറർ, മുഗൾ സാമ്രാജ്യത്തിന്റെ എംപറർ ആയിരുന്നു ആരാണ്? ഷാ ആലം ടു, ലാസ്റ്റ് എംപറർ ആയിരുന്നു. അത് നമുക്ക് പഠിക്കാം എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അത് ഹിസ്റ്ററി നമ്മൾ പഠിക്കുമ്പോൾ പഠിക്കും കേട്ടോ. അദ്ദേഹവും പിന്നെ ആരാണ്? റോബർട്ട് ക്ലൈവ് എന്ന് പറഞ്ഞൊരു വ്യക്തിയും തമ്മിലാണ് എന്താ ഈ കരാർ നടക്കുന്നത്, ട്രീറ്റി ഓഫ് അലഹബാദ്. ഈ ട്രീറ്റിയോട് കൂടി എന്ത് സംഭവിക്കുന്നു? അധികാരം, ടാക്സ് ചുമത്താനുള്ള അധികാരം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലോട്ട് വേണം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടനിൽ ഒരു കമ്പനിയാണ്. അത് ഒരു കമ്പനി വേറൊരു രാജ്യത്തിൽ വന്നിട്ട് അവർ കച്ചവടം നടത്താം. പക്ഷെ അവര് അവിടെ ഭരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് ഉദാഹരണത്തിന് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു കമ്പനി ഇപ്പോ ഇവിടെ ഉള്ള ഒരു കമ്പനി വേറൊരു രാജ്യത്ത് പോയിട്ട് അവർക്ക് അവിടെ കച്ചവടം നടത്താം. പക്ഷെ അവിടെ ഭരിക്കാൻ സമ്മതിക്കുമോ? ഭരിക്കാൻ ഇന്ത്യ സമ്മതിക്കുമോ? അല്ലെ, സമ്മതിക്കില്ല. കാരണം ഇന്ത്യയിൽ നിന്നുള്ള ഒരു കമ്പനി വേറൊരു രാജ്യത്ത് പോയിട്ട് ഒരിക്കലും ഭരിക്കാൻ സമ്മതിക്കില്ല. അങ്ങനെ ഭരിക്കണം എന്നുണ്ടെങ്കിൽ അത് ഭരിക്കേണ്ടത് ഇന്ത്യയാണ്. ഇന്ത്യൻ ഗവൺമെന്റിന് വേണമെങ്കിൽ എന്ത് അത് ചെയ്യാം. പക്ഷെ ഇവിടുത്തെ ഒരു പ്രൈവറ്റ് കമ്പനി അല്ലെങ്കിൽ ഒരു ലിമിറ്റഡ് കമ്പനി അവിടെ പോയിട്ട് ഭരിക്കാൻ ഒരിക്കലും സമ്മതിക്കില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഈ ട്രീറ്റി ഓഫ് അലഹബാദ് സൈൻ ചെയ്തിട്ടുള്ളത്.
ഓക്കെ, ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്യുന്നു? ഇന്ത്യ ഭരിക്കാനുള്ള ഒരു ട്രീറ്റില്, അല്ലെങ്കിൽ ടാക്സ് പിരിക്കാനുള്ള ട്രീറ്റിൽ സൈൻ ചെയ്യാണ്. അപ്പോ അങ്ങനെ ഒരു ഈസ്റ്റ് ഇന്ത്യ ഒരു കമ്പനി അങ്ങനെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോ ഈ ബ്രിട്ടനിലുള്ള ഗവൺമെന്റ് മിണ്ടാതിരിക്കോ? ഇല്ല. എന്ത് ചെയ്യും? ഗവൺമെന്റ് ഇടപെടും. ബ്രിട്ടൻ ഗവൺമെന്റ് ഇടപെടും. അപ്പൊ എന്താ ഉദ്ദേശം ഇടപെടുന്നത്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇടപെടാനുള്ള ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കമ്പനി ഭരിക്കണ്ട, മറിച്ച് ആര് ഭരിക്കും? ഗവൺമെന്റ്. ഏതാണ്? അവിടെ അപ്പുണ്ടായിരുന്ന ബ്രിട്ടൻ ഗവൺമെന്റ് ഭരിക്കും എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഇടപെടലെല്ലാം നടത്താൻ പോകുന്നത്. നോക്കിയോളൂ, അത് എങ്ങനെയൊക്കെയാണ് നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ഇനിയാണ് എക്സാക്ട്ലി നമ്മൾ കാര്യത്തിലേക്ക് കടക്കുന്നത് കേട്ടോ. കാര്യത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ അധികാരത്തിൽ കയറുകയാണ്, ഇന്ത്യയിലെ അധികാരത്തിൽ കയറുകയാണ്. അപ്പൊ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് കുറെ കാലം ഇന്ത്യ ഭരിക്കുന്നത്. ആ ഭരിക്കുന്ന ഒരു കാലഘട്ടമാണ്, നോക്കൂ, 1773 മുതൽ 1858 വരെ. ഈ ഒരു കാലഘട്ടം കേട്ടോ, 1773 മുതൽ 1858 വരെ ഭരിക്കുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. പിന്നീട് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ 1858 മുതൽ 1947 വരെ ഇവിടെ ഭരിക്കുന്നത് ബ്രിട്ടീഷ് ഗവൺമെന്റ് നേരിട്ടാണ് ഭരിക്കുന്നത്. അപ്പൊ ഈ ഒരു കാലഘട്ടം നമ്മൾ എപ്പോഴും ഓർത്ത് വെക്കണം കേട്ടോ. ഈ ഒരു പീരീഡ് നമ്മൾ എപ്പോഴും ഓർത്ത് വെക്കണം. ഈ ഒരു പീരീഡ് 1773 മുതൽ 1858 വരെ ആരാ ഭരിക്കുന്നത്? ഈസ്റ്റ് ഇന്ത്യ കമ്പനി. കാരണം കമ്പനിയാണല്ലോ ഈ ട്രീറ്റി ഓഫ് അലഹബാദ് എല്ലാം സൈൻ ചെയ്തത്. അതിനുശേഷം ഇവിടെ കമ്പനി നമ്മളെ ഭരിക്കാൻ തുടങ്ങുകയാണ്. പിന്നീട് അപ്പൊ നമുക്കറിയാം, ഈ കമ്പനി ഭരിക്കുന്ന സമയത്ത് ഗവൺമെന്റ് മിണ്ടാതിരിക്കില്ല, ഗവൺമെന്റ് ഇടപെടും. ആ ഇടപെടാൻ ഉദ്ദേശിച്ചിട്ടുള്ള നിയമങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പിന്നീട് ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ 1858 കഴിഞ്ഞപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിനെ പിരിച്ചുവിടുകയാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി വേണ്ട, ഇനി ബ്രിട്ടീഷ് ഗവൺമെന്റ് നേരിട്ട് ഭരിക്കാം എന്ന ഉദ്ദേശത്തോടെ പിന്നീട് ബ്രിട്ടീഷ് ഗവൺമെന്റ് നേരിട്ടാണ് ഭരിക്കുന്നത്. എപ്പോ? 1858 മുതൽ 1947 വരെ. 47 കഴിഞ്ഞാൽ നമുക്കറിയാം, 47 കഴിഞ്ഞാൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുകയാണ് അല്ലെ. ഓഗസ്റ്റ് 15 1947 എല്ലാ ബ്രിട്ടീഷ് എല്ലാവരും ഇവിടെ നിന്ന് വിട്ടുപോവാണ്. പിന്നീട് ഇന്ത്യക്കാർ തന്നെയാണ് ഭരിക്കുന്നത്. അപ്പൊ രണ്ട് കാലഘട്ടം ഓർത്ത് വെച്ചോളൂ. കമ്പനി ഭരിക്കുന്ന കാലം അതാണ് ഏതാ? ദ കമ്പനി റൂൾ. വർഷം എപ്പോഴാണ്? 1773 മുതൽ 1858 വരെ. അങ്ങനെ കമ്പനി ഭരിക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക? കമ്പനി ഭരിക്കുന്ന സമയത്ത് ഗവൺമെന്റ് മിണ്ടാതിരിക്കോ? ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഒരു ഗവൺമെന്റ് ഇല്ല. കാരണം ഇന്ത്യയിൽ പല പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ആയിരുന്നു, അതേപോലെ ചില കുറെ നാട്ടുരാജ്യങ്ങൾ ചേർന്നിട്ടായിരുന്നു ഇന്ത്യ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നത്. മറിച്ച് ബ്രിട്ടനിൽ അങ്ങനെയല്ല. ബ്രിട്ടനിൽ ഒരു കമ്പനി വന്ന് ഇവിടെ ഭരിക്കാൻ നിൽക്കുന്ന സമയത്ത് ബ്രിട്ടൻ ഗവൺമെന്റ് ഇടപെടും. ബ്രിട്ടൻ ഗവൺമെന്റ് എന്തിനാ ഇടപെടുന്നത്? ഈ കമ്പനീനെ കൺട്രോൾ ചെയ്യാൻ. കമ്പനീനെ കൺട്രോൾ ചെയ്യാൻ എന്തിനാണ്? അത് ഇന്ത്യക്കാരുടെ നല്ലതിന് വേണ്ടിയല്ല കേട്ടോ. അത് കമ്പനി ലാഭം ഉണ്ടാക്കി പോകുന്ന സമയത്ത് കമ്പനിക്ക് സ്വന്തമായിട്ട് ഒരുപാട് അധികാരം വരാൻ പാടില്ല. കമ്പനിക്ക് ഒരുപാട് അധികാരം വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കമ്പനിക്ക് ഒരുപാട് അധികാരം വന്നു കഴിഞ്ഞാൽ പിന്നീട് ചിലപ്പോൾ ഗവൺമെന്റിന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാവും. അതുകൊണ്ട് കമ്പനിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ നിയമങ്ങൾ, അത് കമ്പനി ഇവിടെ ഭരിക്കുന്ന കാലഘട്ടങ്ങളിൽ ഏതാണ്? കമ്പനി ഭരിക്കുന്ന കാലഘട്ടം നോക്കൂ, 1773 മുതൽ 1858 വരെ കമ്പനി ഭരിക്കുന്ന ആ ഒരു കാലഘട്ടത്തില് സർക്കാർ എന്ത് ചെയ്യും? ബ്രിട്ടീഷ് സർക്കാർ എന്ത് ചെയ്യും? ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്ത് ചെയ്യും? കൺട്രോൾ ചെയ്യും. ഈ കൺട്രോൾ ചെയ്യുക എന്നുള്ളതിന്റെ അർത്ഥം, അതിന്റെ വാക്കിന്റെ അർത്ഥം, വേറൊരു അർത്ഥമാണ് എന്ത്? റെഗുലേഷൻ. ഓക്കെ, അപ്പൊ കമ്പനിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ കുറച്ച് നിയമങ്ങളുണ്ട്. ആരുണ്ടാക്കുന്ന ഈ നിയമങ്ങൾ? ബ്രിട്ടീഷ് ഗവൺമെന്റ് ഉണ്ടാക്കുന്നത്. അതാണ് റെഗുലേഷൻ ആക്ട്സ്. എന്താണ്? കമ്പനി ഭരിക്കുന്ന കാലഘട്ടത്തിൽ കമ്പനിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ നിയമങ്ങളെ പറയുന്ന പേര് റെഗുലേഷൻ ആക്ട്സ് എന്നും പറയും. പിന്നെ വേറെ കുറച്ച് നിയമങ്ങളെ നമ്മൾ ചാർട്ടർ ആക്ട്സ് എന്നും പറയും. എപ്പോഴും ഓർത്ത് വെച്ചോളൂ ഈ പേരുകൾ. റെഗുലേഷൻ നിയമങ്ങളും അതുപോലെ ചാർട്ടർ നിയമങ്ങളും. ഈ നിയമങ്ങൾ ഉണ്ടാക്കിയത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ആണ്. ബ്രിട്ടീഷ് ഗവൺമെന്റ് ആരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരിച്ച കാലഘട്ടം ഏതാണ്? 1773 മുതൽ 1858 വരെ. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ നിയമങ്ങളുടെ പേരുകളാണ് എന്ത്? റെഗുലേഷൻ നിയമങ്ങളും റെഗുലേഷൻ ആക്ട്സും അതുപോലെ എന്താണ്? ചാർട്ടർ നിയമങ്ങളും. ഓക്കെ, പിന്നീട് നമുക്കറിയാം 1858 ശേഷം പിന്നീട് ഇവിടെ ഗവൺമെന്റ് എന്താണ്? ബ്രിട്ടീഷ് ഗവൺമെന്റ് നേരിട്ട് ഭരിക്കുകയാണ് അല്ലെ. 1858 മുതൽ 1947 വരെ ബ്രിട്ടീഷ് ഗവൺമെന്റ് നേരിട്ട് ഭരിക്കുകയാണ്. എന്താണ് ഗവൺമെന്റ് റൂൾ എന്ന് പറയാതെ ഇവിടെ ക്രൗൺ റൂൾ എന്ന് എഴുതിയിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അവിടുത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏറ്റവും ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ രാജ്ഞിയാണ്, അല്ലെങ്കിൽ രാജവംശം, മൊണാർക്കി എന്നാണ് അവിടെ പറയുക കേട്ടോ. അപ്പൊ എന്തുകൊണ്ടാണ് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഏറ്റവും രാജ്ഞിയുടെ പേരിലാണ് എല്ലാം അറിയപ്പെടുക. ജനാധിപത്യം ആണെങ്കിലും അവിടെ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്നത് ആരായിരിക്കും? ഒരു രാജവംശത്തിൽ വരുന്ന ആ ഒരു ഹെയർ, അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു
ആ ഈ ജനറേഷനിലേക്ക് ഏറ്റവും ടോപ്പ് ആയിട്ട് പ്രായം കൊണ്ടൊക്കെ ഏറ്റവും ടോപ്പ് ആയിരിക്കുന്ന ആളായിരിക്കും ഇരിക്കുക. അപ്പൊ ക്രൗൺ റൂൾ എന്നാണ് പറയുക കേട്ടോ. അപ്പൊ ക്രൗൺ റൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഗവൺമെന്റിന്റെ റൂൾ തന്നെയാണ്. ഓക്കെ. അപ്പൊ ഗവൺമെന്റ് റൂൾ, അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിരിച്ചുവിട്ടതിന് ശേഷം പിന്നീട് നേരിട്ട് ഭരിക്കുകയാണ്. ആരാണ് ഭരിക്കുന്നത്? അവിടുത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റ് നേരിട്ട് ഭരിക്കുകയാണ്. അത് നമുക്കറിയാം. ഏതുവരെയാണ് ഉണ്ടായിരുന്നത്? ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏതുവരെ ഭരിച്ചിട്ടുണ്ടായിരുന്നു? നമ്മളെ ഏത് വർഷം വരെ ഭരിച്ചിട്ടുണ്ടായിരുന്നത്? 1947 വരെ അല്ലെ, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ. 1858 മുതൽ 1947 വരെ ഗവൺമെന്റ് നേരിട്ട് ഭരിക്കുകയാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിരിച്ചുവിട്ടതിന് ശേഷം ഗവൺമെന്റ് നേരിട്ട് ഭരിക്കുകയാണ്. ആ പീരീഡിനെ പറയുന്നതാണ് ക്രൗൺ റൂൾ എന്ന്. ക്രൗൺ റൂൾ എന്നാണ് അറിയപ്പെടുക. ക്രൗൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? കിരീടം അല്ലെ. കിരീടം എന്ന് പറഞ്ഞാൽ കിരീടാവകാശി, അല്ലെങ്കിൽ കിരീടത്തിൽ ഇപ്പൊ ഇരിക്കുന്ന ആരാണോ അവരാണ് ഗവൺമെന്റ് ടോപ്പ്. അപ്പൊ അവര് ഭരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ആ പേരെന്താണ്? ക്രൗൺ റൂൾ എന്നാണ്. 1858 മുതൽ 1947. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ നിയമങ്ങളെ നമ്മൾ നോക്കൂ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്, അതേപോലെ ഇന്ത്യൻ കൗൺസിൽ ആക്ട്, എങ്ങനെയാണ് അറിയപ്പെടുക? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറഞ്ഞാൽ, ഇന്ത്യ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കേണ്ട ആ സമയത്ത് നമുക്ക് ആരാണ് അവിടെ ഭരിച്ചിട്ടുണ്ടായിരുന്നത്? ബ്രിട്ടീഷാണ് ഭരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ നിയമത്തിന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്നാണ് അപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇന്ത്യൻ കൗൺസിൽ ആക്ട്സ് എന്നും പറയും. ഓക്കെ. അപ്പൊ ഇങ്ങനെ നിയമങ്ങളുടെ പേരുകൾ ഇങ്ങനെയാണ് അറിയപ്പെടുക. അപ്പൊ എപ്പോഴും ആലോചിച്ചോളൂ, കമ്പനി ഭരിക്കുമ്പോൾ, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരിക്കുമ്പോൾ അറിയപ്പെടുന്ന പേരുകൾ എന്തൊക്കെയാണ്? റെഗുലേഷൻ ആക്ടും അതേപോലെ തന്നെ എന്താ, ചാർട്ടർ ആക്ട് എന്നാണ് അറിയപ്പെടുക. മറിച്ച് കമ്പനിയെ പിരിച്ചുവിട്ടതിന് ശേഷം ഗവൺമെന്റ് നേരിട്ട് ഭരിക്കുന്ന സമയത്ത് ഉള്ള കാലഘട്ടമൊക്കെ നോക്കി വെച്ചോളൂ. ഗവൺമെന്റ് നേരിട്ട് ഭരിക്കുന്ന സമയത്ത് ഉണ്ടാക്കിയ നിയമങ്ങളിൽ അറിയപ്പെടുന്ന പേരെന്താണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്നും ഇന്ത്യൻ കൗൺസിൽ ആക്ട്സ് എന്നുമാണ് അറിയപ്പെടുക. ആ കാലഘട്ടം ഓർത്ത് വെക്കുക എപ്പോഴും കേട്ടോ. ഇനി നമ്മൾക്ക് ഉണ്ടാക്കിയ നിയമങ്ങൾ, എല്ലാ നിയമങ്ങളും നമുക്ക് പഠിക്കണമെന്നില്ല. ഇപ്പൊ നമ്മൾ ഈ പഠിക്കുന്നത്, നമ്മൾ എപ്പോഴും മനസ്സിൽ വെച്ചോളൂ, ഹിസ്റ്ററി അല്ല, നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് പഠിക്കുന്നത്. അപ്പോൾ ഈ ചില നിയമങ്ങൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന് ഭയങ്കര നമുക്ക് ആവശ്യമായിട്ട് വരും. അതായത് നമ്മൾ അവിടെ നിന്ന് കടമെടുത്ത നിയമങ്ങളൊക്കെ ഉണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ അവിടെ നിന്ന് റെഫറൻസ് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഇതിലുള്ള എല്ലാ നിയമങ്ങളും നമ്മൾ, എല്ലാ നിയമത്തിലെ എല്ലാ വശങ്ങളും നമ്മൾ പഠിക്കില്ല. അതിൽ ആവശ്യമുള്ള കാര്യങ്ങൾ, ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മൾ പഠിക്കുന്നത് എന്നുള്ളത് കൊണ്ട് നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും പഠിക്കുക. പിന്നെ ഈ ഒരു കാലഘട്ടത്തിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോളൂ, ആദ്യത്തെ കാലഘട്ടത്തില് കമ്പനി ഇവിടെ ഭരിക്കുന്ന സമയത്ത്, കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൈവറ്റ് കമ്പനി അല്ലെങ്കിൽ അവിടുത്തെ ഒരു കമ്പനി അല്ലെ, ഇതിന് ഗവൺമെന്റിന് ഈ കമ്പനിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി എളുപ്പം എന്തായിരിക്കും? ഒരാളുടെ കയ്യിൽ അധികാരം കൊടുക്കുക. ഏതെങ്കിലും ഒരാളിൽ, ഇവിടെ അവർക്ക് ഭരിക്കുന്ന ഒരാളുടെ കയ്യിലേക്ക് അധികാരം കൊടുത്തു കഴിഞ്ഞാൽ അയാളെ കൺട്രോൾ ചെയ്യാൻ ഗവൺമെന്റ് എന്തായിരിക്കും? ഈസി ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കാലഘട്ടത്തിൽ സെൻട്രലൈസേഷൻ എന്ന് പറയും. ഈ സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളിലേക്ക് അധികാരം എത്തിക്കുക, ഏതെങ്കിലും ഒരു വ്യക്തിയിലേക്ക് അധികാരം മൊത്തമായിട്ട് കൊണ്ടുവന്നിട്ട് അതിനുശേഷം അയാളെ ഭരിച്ചാൽ മതി. ആർക്ക്? സർക്കാരിന്, ബ്രിട്ടീഷ് ഗവൺമെന്റിന് എന്ത് ചെയ്താൽ മതി? അയാളിലൂടെ എന്ത് ചെയ്യാം? ഈ മൊത്തമായിട്ട് ഇന്ത്യയും കൺട്രോൾ ചെയ്യാൻ എന്നുള്ള ഉദ്ദേശം കൊണ്ട് എന്തായിരുന്നു ഈ സെൻട്രലൈസേഷൻ? ഈ ഉണ്ടാക്കുന്ന നിയമങ്ങൾ, ഈ കാലഘട്ടത്തിലുള്ള നിയമങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരാളിലേക്ക് അധികാരം ഭയങ്കരമായിട്ട്, അയാൾ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബംഗാളിലെ ഗവർണറായിരുന്നു. ഓക്കെ. ഇവിടെ കുറെ പ്രൊവിൻസുകളായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത് കേട്ടോ. നമ്മളിപ്പോ സംസ്ഥാനങ്ങൾ, സ്റ്റേറ്റുകൾ എന്ന് പറയില്ലേ, അതുപോലെ മദ്രാസ് പ്രൊവിൻസ് ഉണ്ടായിരുന്നു, ബോംബെ പ്രൊവിൻസ്, ബംഗാൾ പ്രൊവിൻസ്, നോർത്ത് വെസ്റ്റ് ഫ്രണ്ടിയർ പ്രൊവിൻസ്, അങ്ങനെ കുറച്ച് പ്രൊവിൻസുകളൊക്കെ ഉണ്ടായിരുന്നു. സംസ്ഥാനങ്ങൾ എന്നുള്ള ഡിവിഷൻ അല്ല. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു പ്രൊവിൻസിലെ ഒരു ഗവർണർക്ക്, ഏറ്റവും മേലെ ഇരിക്കുന്ന ആളിനെ ഗവർണർ എന്നാ പറയാം കേട്ടോ, ഓരോ പ്രൊവിൻസിലും ഹെഡിന്. അപ്പോൾ ഏതെങ്കിലും അതിലെ എല്ലാ പ്രൊവിൻസുകൾക്കും ഈക്വൽ ആയിട്ട് അധികാരം കൊടുക്കാതെ ഒരാൾക്ക് അധികാരം കൊടുക്കും. അതിനാണ് എന്ത് പറയാ? സെൻട്രലൈസേഷൻ എന്ന് പറയാ. എന്നിട്ട് അയാളെ എന്ത് ചെയ്യും? ബ്രിട്ടീഷ് ഗവൺമെന്റ് നേരിട്ട് കൺട്രോൾ ചെയ്യും. അങ്ങനെ കൺട്രോൾ ചെയ്താൽ ഈസി ആയിരിക്കും ഇവർക്ക് അവിടെ, ഈ ബ്രിട്ടീഷ് ഗവൺമെന്റിന് ഇവിടുത്തെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാം. കാരണം ഇവിടെ കമ്പനിയാണല്ലോ ഭരിക്കുന്നത്. അപ്പൊ കമ്പനിയുടെ ഭരണത്തിനെ എന്ത് ചെയ്യാൻ, അവരുടെ ഒരു ഇൻഫ്ലുവൻസ് കുറയ്ക്കാൻ വേണ്ടി, അവരുടെ ഒരു അവരുടെ ഇൻഫ്ലുവൻസ് കുറയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരാളിലേക്ക് അധികാരം കൂടുതൽ കൊടുക്കും. ഏതാ? ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാ നിയമങ്ങളും നോക്കിയാലും നമുക്കറിയാം. നമുക്ക് നിയമങ്ങൾ നോക്കുമ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാവും. പിന്നീട് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൽ, അതായത് ബ്രിട്ടീഷ് ഗവൺമെന്റ് നേരിട്ട് ഭരിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഈ സെൻട്രലൈസേഷൻ അല്ല, നേരെ തിരിയും. നേരെ തിരിയാന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾക്ക് അധികാരം വന്നു എന്ന് വിചാരിക്കും. ഒരാൾക്ക് അധികാരം വന്നു കഴിഞ്ഞാൽ അത് ഗവൺമെന്റ് നേരിട്ട് ഭരിക്കുമ്പോൾ ഗവൺമെന്റിനാണ് ഏറ്റവും കൂടുതൽ അധികാരം വേണ്ടത് അല്ലെ, അല്ലാതെ വേറൊരു വ്യക്തിക്ക് അധികാരം പാടില്ല. മറിച്ച് ഒരു കമ്പനി ഭരിക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഗവൺമെന്റ് എന്ത് ചെയ്യാം? ഒരാളെ നിയമിച്ചിട്ട് അയാൾക്ക് എന്ത് ചെയ്യാം? മൊത്തം അധികാരവും കൊടുത്തിട്ട് കമ്പനിനെ കൺട്രോൾ ചെയ്യാം. മറിച്ച് ഗവൺമെന്റ് നേരിട്ട് ഭരിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഒരിക്കലും ഒരാളുടെ കയ്യിൽ, വേറൊരാളുടെ കയ്യിൽ അധികാരം നിൽക്കാൻ പാടില്ല. ഗവൺമെന്റിന്റെ കയ്യിലായിരിക്കണം ആ കൺട്രോൾ വേണ്ടത്. അപ്പൊ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം ഈ ഗവൺമെന്റ് ഇവിടെ ഭരിക്കാൻ തുടങ്ങിയപ്പോൾ വിഭജിച്ച് ഭരിക്കാൻ തുടങ്ങി. വിഭജിച്ച് ഭരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികാരം പല ആൾക്കാരിലേക്ക്
കൊടുത്തു. ഫസ്റ്റ് ഓഫ് ഓൾ അവരുടെ ഉള്ളിൽ തന്നെ കേട്ടോ ആ ഭരിക്കുന്നത്. പിന്നീട് അതിനുശേഷം മതപരമായിട്ടുള്ള വിഭജനമൊക്കെ കൊണ്ടുവന്നു, അത് വേറെ കാര്യങ്ങൾ. ഓക്കെ, എന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഗവൺമെന്റ് നേരിട്ട് ഭരിക്കാൻ തുടങ്ങിയ സമയത്തുള്ള നിയമങ്ങൾ ഇപ്പൊ നമ്മൾ പഠിക്കും. ഓക്കെ, ഇത് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അധികാരം പല ആൾക്കാരിലേക്ക് പോകും. അതായത് ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ നിയമങ്ങൾ മൊത്തമായിട്ട് എങ്ങനെയായിരിക്കും? ഡീസെൻട്രലൈസേഷൻ. ഡീസെൻട്രലൈസേഷൻ അധികാര കേന്ദ്രീകരണം, അതായത് ഒരാളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എന്താ സെൻട്രലൈസേഷൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം. ഓക്കെ, പിന്നെ അധികാരം പല ആൾക്കാരിലേക്ക് എത്തിക്കുക, അധികാര വികേന്ദ്രീകരണം, പല ആൾക്കാരിലേക്ക് ഒരാളുടെ ഒരൊറ്റ ആളും ടോപ്പിൽ നിൽക്കരുത്, എല്ലാവർക്കും ഈക്വലായിട്ട് അധികാരം കൊടുത്തു കഴിഞ്ഞാൽ അതിനെ പറയുന്ന വാക്കാണ് എന്ത്? ഡീസെൻട്രലൈസേഷൻ അല്ലെങ്കിൽ അധികാര വികേന്ദ്രീകരണം. ഓക്കെ, അപ്പൊ രണ്ട് കാലഘട്ടത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങളുടെ പ്രത്യേകത നിയമങ്ങൾ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. 1858 വരെ സെൻട്രലൈസേഷൻ ആണ്, ഒരാളിലേക്ക് അധികാരം ഭയങ്കരമായിട്ട് എത്തിക്കും. അതിനുശേഷം അതെന്താ കാരണം? അപ്പോ ആ സമയത്ത് ഇവിടെ ഭരിച്ചിരുന്ന ആരായിരുന്നു? ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരുന്നു. പിന്നീടുള്ള കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് നേരിട്ട് ഭരിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഉണ്ടാക്കിയ നിയമങ്ങളെല്ലാം എങ്ങനെയായിരുന്നു? അധികാര വികേന്ദ്രീകരണം, പലരിലേക്കും അധികാരം വിഭജിച്ചു കൊടുക്കണം. അതിനെ നമ്മൾ എന്താ പറയുക? ഡീസെൻട്രലൈസേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നിയമങ്ങളിലേക്ക് കടക്കാം. അതായത് കമ്പനി ഭരിക്കുന്ന കാലഘട്ടത്തിലുള്ള നിയമങ്ങൾ നമുക്ക് ആദ്യം നോക്കാം. അതിനുശേഷം ഗവൺമെന്റ് നേരിട്ട് ഭരിക്കുമ്പോഴുള്ള നിയമങ്ങൾ നമുക്ക് നോക്കാം. അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ആ ടോപ്പിക്, കോൺസ്റ്റിറ്റ്യൂഷന്റെ ഇന്ത്യൻ ഭരണഘടന പഠിക്കുന്നതിന്റെ ആദ്യത്തെ ടോപ്പിക് നമുക്ക് ഫിനിഷ് ആവും. ഓക്കെ, അപ്പൊ നമുക്ക് നിയമങ്ങളിലേക്ക് കടക്കാം. ഫസ്റ്റ് കാലഘട്ടത്തിലുള്ളത് കേട്ടോ ഏതാണ്? കമ്പനി റൂൾ. 1773 മുതൽ 1858 വരെയുള്ള ഇടയിലുള്ള നിയമങ്ങൾ ഏതൊക്കെയാണ് നോക്കാം. ഒരുപാട് നിയമങ്ങളൊന്നും പഠിക്കേണ്ട, നമുക്ക് നാലോ അഞ്ചോ നിയമങ്ങൾ നമുക്ക് നോക്കിയാൽ മതി. ഒന്നാമത്തെ നിയമം നോക്കാം കേട്ടോ. ഞാൻ പറഞ്ഞു ഇതെന്തായിരുന്നു, നിയമത്തിന്റെ പേരെന്തായിരുന്നു? നമ്മൾ ആ പേരുകൾ ഓർത്ത് വെച്ചോളൂ. ഒന്നില്ലെങ്കിൽ റെഗുലേഷൻ ആക്ട് എന്ന് പറയും. എന്തായിരുന്നു? റെഗുലേഷൻ ആക്ട് എന്ന് പറയാം, അല്ലെങ്കിൽ ചാർട്ടർ ആക്ട് എന്ന് പറയാം അല്ലെ. ഈ രണ്ട് പേരിലാണ് അറിയപ്പെടുന്നത്. അല്ലാത്തൊരു പേരും കൂടെ ഒരു നിയമത്തിനുണ്ട് കേട്ടോ. എന്നിരുന്നാലും ഇങ്ങനത്തെ പേരിലാണ് അത് മൊത്തമായിട്ട് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ റെഗുലേഷൻ ആക്ട് ആദ്യമായിട്ട് റെഗുലേറ്റ് ചെയ്യാൻ പോകുന്നു. അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ ഭരിക്കുന്ന കാലഘട്ടത്തില് ബ്രിട്ടീഷ് ഗവൺമെന്റ് കമ്പനീനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി, ഈസ്റ്റ് ഇന്ത്യ കമ്പനിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ഫസ്റ്റ് നിയമത്തിന്റെ പേരെന്താണ്? റെഗുലേഷൻ ആക്ട്. വർഷം നോക്കൂ, 1773. 1773. ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എപ്പോഴാണ് അധികാരത്തിൽ വന്നത്? മീൻസ് ഇന്ത്യയില് അവർക്ക് കരം പിരിക്കാനും അവർക്ക് അധികാരത്തിൽ വന്നത് എപ്പോഴാണ്? 2 യുദ്ധം കഴിഞ്ഞതിന് ശേഷമായിരുന്നു അല്ലെ. ബാറ്റിൽ ഓഫ് പ്ലാസിയും അതുപോലെ എന്തായിരുന്നു? ബാറ്റിൽ ഓഫ് ബുക്സറും. ഈ 2 നിയമങ്ങൾ കഴിഞ്ഞതിന് ശേഷം, ഈ 2 യുദ്ധങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് അധികാരത്തിൽ വരുന്നത്. 1764 യുദ്ധം അവസാനിക്കുന്നു. 65 ഒരു ട്രീറ്റി അല്ലെ, അധികാര കൈമാറ്റത്തിന് വേണ്ടിയുള്ള ട്രീറ്റി എന്താണ് ഒപ്പിടുന്നു. അപ്പൊ 65 ഒപ്പിട്ടു. 65 ഒപ്പിട്ട് കഴിഞ്ഞാൽ 65 അവർ അധികാരത്തിൽ കയറി, അധികാരത്തിൽ കരം ഭരിക്കാനുള്ള അധികാരം കിട്ടി. 65 കഴിഞ്ഞാൽ എത്ര വർഷമുണ്ട്? 66, 67, 8 വർഷം കഴിഞ്ഞിട്ട്, അത് 1773 ആദ്യമായിട്ട് ഗവൺമെന്റ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിനെ കൺട്രോൾ ചെയ്യാൻ പോകുന്നത്. കൺട്രോൾ ചെയ്യാൻ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കോളൂ. ഡെസിഗ്നേറ്റഡ് ഗവർണർ ഓഫ് ബംഗാൾ. ഞാൻ പറഞ്ഞു ആർക്കാണ് ഒരാൾക്ക് അധികാരം കൊടുക്കില്ല. സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞു, ഈ കാലഘട്ടം മുഴുവൻ സെൻട്രലൈസേഷൻ ആണ്. ആ സെൻട്രലൈസേഷനിൽ ആദ്യമായിട്ട് അധികാരം കൊടുക്കാൻ തുടങ്ങുന്നത്, ഞാൻ പറഞ്ഞു, ബംഗാൾ ഗവർണർക്കാണ് ഏറ്റവും കൂടുതൽ അധികാരം കൊടുക്കുന്നത് കേട്ടോ. ബംഗാളിലാണ് ഏറ്റവും കൂടുതൽ. ബ്രിട്ടീഷുകാരുടെ ക്യാപിറ്റൽ ആയിരുന്നത് 1911 വരെ ആദ്യം ബംഗാളായിരുന്നു, കൽക്കട്ട ബേസ്ഡ് ആയിരുന്നു ഭരിച്ചത്. പിന്നെ അതിനുശേഷം ഡൽഹിയിലേക്ക് മാറിയത് കേട്ടോ. അപ്പൊ കൽക്കട്ടയിൽ അല്ലെങ്കിൽ ബംഗാളിലുള്ള ഗവർണർക്കാണ് ഏറ്റവും കൂടുതൽ അധികാരം കൊടുക്കാൻ പോകുന്നത്. നോക്കാം. ഒന്നാമത്തെ റെഗുലേഷൻ 1773 ഡെസിഗ്നേറ്റഡ് എന്ന് പറഞ്ഞ പേര് മാറ്റുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഡെസിഗ്നേഷൻ എന്ന് പറഞ്ഞ പേര്, അവരെ പേര് മാറുന്നതിനോടുകൂടി അധികാരത്തിലും മാറ്റം വരും. ഡെസിഗ്നേറ്റഡ് ഗവർണർ ഓഫ് ബംഗാൾ ആസ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ. ഗവർണർ ഓഫ് ബംഗാൾ എന്നുള്ള ആ പേര് എന്താക്കി മാറ്റുന്നു? ഗവർണറുടെ കൂടെ ജനറൽ എന്നുള്ളൊരു വാക്ക്, ജനറൽ എന്നുള്ളൊരു പേരും കൂടെ ആഡ് ചെയ്യുന്നു. ജനറൽ ആഡ് ചെയ്യുമ്പോൾ അതിന് അർത്ഥം എന്താ? ഗവർണർ എന്നുള്ള പദവിയിൽ നിന്നും ഗവർണർ ജനറൽ ആക്കുന്നു. ആരെ? ബംഗാൾ ഗവർണറെ കേട്ടോ. അങ്ങനെ ആക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അധികാരം എന്താണ്? അധികാരം ഭയങ്കരമായിട്ട് കൂടുകയാണ്. ആർക്കാ? ഗവർണർ ജനറൽ ഓഫ് ബംഗാളിന്. അങ്ങനെ ആയിട്ടുള്ള ആദ്യത്തെ ആളുടെ പേരാണ് എന്താ? വാരൻ ഹാസ്റ്റിംഗ്. ലോർഡ് എന്ന് പറഞ്ഞാൽ അപ്പുറത്തെ ബഹുമാനം കൊടുക്കാൻ, ആ സമയത്ത് ബഹുമാനം കൊടുക്കാൻ വേണ്ടിയാണ് ഈ ലോർഡ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്ക് വാരൻ ഹാസ്റ്റിംഗ് എന്ന് ഓർത്ത് വെച്ചാൽ മതി. ആ പേരെന്താണ്? ആദ്യമായിട്ട് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആവുന്നത് ആരാണ്? വാരൻ ഹാസ്റ്റിംഗ് 1773. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഇനിയിപ്പോ ഇവിടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരിക്കുന്ന സമയത്ത്
ഗവൺമെന്റ് ഇടപെടുകയാണ് അല്ലെ. ഗവൺമെന്റ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൺട്രോൾ ചെയ്യുന്ന സമയത്ത് നിയമവാഴ്ചയൊക്കെ വേണ്ടേ, പുതിയ നിയമങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഹിസ്റ്ററിയിൽ നമ്മൾ പഠിക്കും കേട്ടോ. ഒരു നിയമ IPC CRPC ഒക്കെ ആ സമയത്ത് ഉണ്ടാക്കിയതാണ് നമ്മുടെ നിയമങ്ങൾ. ആ നിയമങ്ങളൊക്കെ നടപ്പിലാക്കണം എന്നുണ്ടെങ്കിൽ, നടപ്പിലാക്കില്ല എന്തെങ്കിലും തെറ്റുകൾ വരികയാണെന്നുണ്ടെങ്കിൽ കോടതി പോകണമെങ്കിൽ ഒരു കോടതി വേണ്ടേ. അപ്പൊ ആദ്യമായിട്ട് കോടതി സ്ഥാപിക്കണം, നമുക്കൊരു സുപ്രീം കോടതി ഇന്ത്യയിൽ ഉണ്ടാക്കണം. നമുക്കറിയാം ഇപ്പോഴത്തെ സുപ്രീം കോടതി എവിടെയാണ്, ഡൽഹിയിലാണ് അല്ലെ. പക്ഷെ ആദ്യമായിട്ട് ഇന്ത്യയിൽ സുപ്രീം കോടതി വരുന്നത് എപ്പോഴാണ്, ഈ നിയമത്തിലാണ് വരുന്നത്. 1773 നിയമത്തിലാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു സുപ്രീം കോടതി വരുന്നത്. ആ സുപ്രീം കോടതി എവിടെ വരുന്നത്, കൽക്കട്ടയിലാണ് കേട്ടോ, ഡൽഹിയിലല്ല. ഞാൻ പറഞ്ഞു ആ സമയത്ത് ബ്രിട്ടീഷുകാരുടെ ക്യാപിറ്റലിൽ ബ്രിട്ടീഷുകാർ എവിടെ ഇരുന്നിട്ടായിരുന്നു ഭരിച്ചിട്ടുണ്ടായിരുന്നത്, കൽക്കട്ടയായിരുന്നു അവരുടെ ആസ്ഥാനം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് കൽക്കട്ടയിലാണ് ആദ്യമായിട്ട് എന്താണ് ഈ ഒരു സുപ്രീം കോടതി വരുന്നത്. അപ്പൊ 2 പോയിന്റ് നമ്മൾ ആലോചിച്ച് വെച്ചാൽ മതി ഈ നിയമത്തില്. റെഗുലേഷൻ, എന്താ റെഗുലേഷൻ, ബ്രിട്ടീഷ് ഈ കമ്പനിനെ റെഗുലേറ്റ് ചെയ്യുന്നു 773. അപ്പൊ റെഗുലേഷൻ ആക്ട് ഓഫ് 773, റെഗുലേഷൻ ആക്ട് ഓഫ് 1773 സംഭവിക്കുന്ന 2 കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഒന്ന്, ബംഗാൾ ഗവർണർ എന്താ പേര് മാറ്റുന്നത്, ഗവർണർ ഓഫ് ബംഗാളിനെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നാക്കുന്നു. അധികാരം കൂട്ടി, സെൻട്രലൈസേഷൻ കേട്ടോ. പിന്നീടോ അങ്ങനെ ആവുന്ന ആദ്യത്തെ വ്യക്തിന്റെ പേരെന്താണ്, ലോർഡ് വാരൻ ഹാസ്റ്റിംഗ്. ആ പേര് ഓർത്ത് വെക്കുക, വാരൻ ഹാസ്റ്റിംഗ്. അതിനുശേഷം ആദ്യമായിട്ട് സുപ്രീം കോടതി കൂടെ കൽക്കട്ടയിൽ കൊണ്ടുവരുന്നു. ഈ 2 കാര്യങ്ങൾ എപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്, നോട്ട് ചെയ്ത് വെക്കുക. ഇതിൽ ഈ നിയമത്തിൽ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ നമുക്കത് പഠിക്കേണ്ട ആവശ്യമില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്ന കാര്യം ഒരുപാട് കാര്യങ്ങൾ നമ്മളെ നിയമത്തിന്റെ ഒരുപാട് വേറെ പോയിന്റ്സ് ഉണ്ട്, അതൊന്നും പഠിക്കേണ്ട കാര്യം ഇല്ല. ഓക്കെ, പിന്നീട് അതിനുശേഷം വരുന്ന ആക്ട് നോക്കൂ, റെഗുലേഷൻ ആക്ട് എന്നോ അല്ലെങ്കിൽ ഇന്ത്യൻ എന്താ 2 നമ്മൾ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, എന്തൊക്കെയായിരുന്നു, റെഗുലേഷൻ ആക്ട്, ചാർട്ടർ ആക്ട്, ഇങ്ങനെ 2 പേരാ. അതല്ലാതൊരു പേര് നോക്കൂ, പിറ്റ്സ് ഇന്ത്യ ആക്ട്. ഓക്കെ, ഈ പിറ്റ്സ് ഇന്ത്യ ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 1773 കഴിഞ്ഞാൽ അതിന്റെ വർഷം നമ്മൾ ശ്രദ്ധിക്കണം, 1784. ഓക്കെ, 1784 വന്ന നിയമമാണെന്ത്, പിറ്റ്സ് ഇന്ത്യ ആക്ട്. ഈ പിറ്റ്സ് ഇന്ത്യ ആക്ട് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം ഇതില് ഭയങ്കരമായിട്ടൊരു കൺട്രോൾ കൊണ്ടുവരികയാണ് ആര്, ബ്രിട്ടീഷ് ഗവൺമെന്റ് ഈ കമ്പനിയുടെ മേലെ ഭയങ്കരമായിട്ട് കൺട്രോൾ കൊണ്ടുവരുന്ന ഈ ആക്ടിലാണ്. അത് എങ്ങനെ നോക്കൂ, ഡബിൾ ഗവൺമെന്റ്. അതെന്താ ഞാൻ പറഞ്ഞുതരാം. ഡബിൾ ഗവൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ 2 കാര്യങ്ങൾ ചേർന്നിട്ടാണ് ഡബിൾ കേട്ടോ. ഒന്ന് ബോർഡ് ഓഫ് കൺട്രോൾ, ഒന്ന് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്. ഈ 2 കാര്യങ്ങൾ ഈ നിയമത്തിലൂടെ കൊണ്ടുവരികയാണ്. എന്താണ് ഈ ബോർഡ് ഓഫ് കൺട്രോൾ, എന്താണ് ഈ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്, ഇത് 2 വാക്ക് നമ്മൾ ഓർത്തു വെക്കണം. ഈ ബോർഡ് ഓഫ്, അതായത് ഈ നിയമത്തോടുകൂടി ബ്രിട്ടീഷ് ഗവൺമെന്റ് പറയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട് പറയാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇനി മുതൽ രാഷ്ട്രീയ കാര്യത്തിൽ ഇടപെടരുത്, നിങ്ങൾ കച്ചവട കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. ഓക്കെ, അതായത് പൊളിറ്റിക്കൽ കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടണ്ട, നിങ്ങൾ ട്രേഡ് കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി, കച്ചവട കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് 2 സമിതികൾ രൂപീകരിക്കുകയാണ്. ഒരു സമിതി സർക്കാരിന്റെ, ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെയാണ്, അത് പൊളിറ്റിക്കൽ രാഷ്ട്രീയ കാര്യം നോക്കാൻ വേണ്ടി. ഓക്കെ, അങ്ങനത്തെ ആ ബോഡിയാണ് ബോർഡ് ഓഫ് കൺട്രോൾ. ഇത് പൊളിറ്റിക്കൽ കാര്യങ്ങൾ നോക്കിയാൻ വേണ്ടി കേട്ടോ, പൊളിറ്റിക്കൽ അഫയേഴ്സ് നോക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സമിതി ആണെന്ത്, ബോർഡ് ഓഫ് കൺട്രോൾ. മറിച്ച് രണ്ടാമത്തെ ഈ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ഇത് ട്രേഡ് കാര്യങ്ങൾ നോക്കാൻ വേണ്ടി, ട്രേഡ് അഫയേഴ്സ് നോക്കാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ അഫയേഴ്സ്, ട്രേഡ് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ അഫയേഴ്സ് നോക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു സമിതിയാണെന്ത്, കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്. എന്തിനാണ് 2 ഉണ്ടാക്കിയത്, ഒരുപാട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി. കൺട്രോൾ എങ്ങനെ ചെയ്യുന്നത്, ഇനി മുതൽ ഈ ബോർഡ് ഓഫ് കൺട്രോളിൽ ഇരുന്നുകൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്ത് നോക്കും, പൊളിറ്റിക്കൽ കാര്യങ്ങൾ നോക്കും. ഇനി ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിങ്ങൾ പൊളിറ്റിക്കൽ കാര്യങ്ങൾ നോക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയ നിയമമാണെന്ത്, ഈ പിറ്റ്സ് ഇന്ത്യ ആക്ട്. ഓക്കെ, മറിച്ച് അടുത്ത് ഈ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്താണ്, അത് കമ്പനിക്ക് വേണ്ടിയാണ്. കമ്പനി എന്താ, നിങ്ങൾ ഇനി ട്രേഡ് കാര്യങ്ങൾ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി പറഞ്ഞുണ്ടാക്കിയ ഒരു സമിതിയാണ് ഈ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്. അപ്പോൾ ഇത് ഓർത്ത് വെക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ബോർഡ് ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ബ്രിട്ടീഷ് ഗവൺമെന്റിനെയാണെന്ന് ബോർഡ് ഓഫ് കൺട്രോൾ, ബ്രിട്ടീഷ് ഗവൺമെന്റ് ആയിരിക്കും ഇവിടെ എന്ത് നോക്കുക, പൊളിറ്റിക്കൽ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുക. മറിച്ച് കമ്പനിക്ക് ട്രേഡിന്റെ കാര്യങ്ങൾ, അതായത് കച്ചവട കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി, നിങ്ങൾക്ക് ആ ഒരു സമിതി ഉണ്ടാക്കിയതാണ്, നിങ്ങൾ അതിൽ ഇരുന്നിട്ട് നിങ്ങൾ ഈ കച്ചവട കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി എന്ന് പറഞ്ഞുണ്ടാക്കിയ ഒരു സമിതിയാണ് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്. അപ്പൊ നോക്കൂ, ഇതിൽ ഒരു സ്ഥലത്ത് ഇപ്പോ സാധാരണഗതിയിൽ ഇന്ത്യയിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, സർക്കാർ എന്നല്ല എല്ലാ കാര്യവും നോക്കുക, ഗവൺമെന്റിന് എല്ലാ കാര്യങ്ങളും നോക്കേണ്ട ഉത്തരവാദിത്വം ഗവൺമെന്റ് തന്നെയാണ് അല്ലെ. ഇപ്പൊ കച്ചവട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് കച്ചവടങ്ങൾ സാധാരണ ട്രേഡ് നടത്തുന്ന സമയത്ത് ടാക്സ് ഉൾപ്പെടെ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ട്രേഡ് ചെയ്യാൻ പാടില്ല, ചില കാര്യങ്ങൾ എന്താണ് ട്രേഡ് ചെയ്യാം, ഇല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ കച്ചവടങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള ഓവറോൾ ആയിട്ടുള്ള കൺട്രോൾ ചെയ്യുന്നത് ആരാണ്, സർക്കാരാണ്. ഗവൺമെന്റിനാണ് ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ കാര്യത്തിന്റെയും പൂർണ്ണ ഉത്തരവാദിത്തം ആർക്കായിരിക്കും, ഗവൺമെന്റിനായിരിക്കും അല്ലെ. പക്ഷേ
ഇങ്ങനത്തെ ഒരു ഡബിൾ ഗവൺമെന്റ്, ഇത് എന്താണ് ഡബിൾ ഗവൺമെന്റ് പറയണമെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതില് ഇപ്പോ ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്തിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി? രാഷ്ട്രീയ കാര്യം മാത്രം നോക്കിയാൽ മതി. മൊത്തമായിട്ട് കച്ചവടത്തിന്റെ കാര്യങ്ങൾ ആര് നോക്കും? ഈസ്റ്റ് ഇന്ത്യ കമ്പനി നോക്കും. അങ്ങനത്തെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ കമ്പനിയുടെ മേലെ ഈ എന്താണ് ഈ കച്ചവട കാര്യങ്ങൾ ബ്രിട്ടീഷ് ഗവൺമെന്റ് നോക്കുന്നേ ഇല്ല. അപ്പൊ കച്ചവടം എങ്ങനെയായിരിക്കും? ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു കച്ചവടമായിരിക്കും അല്ലെ? വളരെയധികം എന്തായിരിക്കും? ചൂഷണം ചെയ്യപ്പെടും. ആരാ ചൂഷണം ചെയ്യപ്പെടുന്നത്? ഇന്ത്യക്കാരാണ്. ഓക്കെ, അപ്പൊ ഇതിവിടെ രണ്ട് സിസ്റ്റം, രണ്ട് രീതിയിലുള്ള ഗവൺമെന്റ് വന്നു. ഗവൺമെന്റ്, ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്ത് നോക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ? രാഷ്ട്രീയ കാര്യങ്ങൾ നോക്കേണ്ട കാര്യം, ആ ഒരു ഉത്തരവാദിത്തം മാത്രമായിട്ടൊരു ഗവൺമെന്റ് ഒരിക്കലും ചുരുങ്ങാൻ പാടില്ല. അങ്ങനെയായി എന്താണ് ഈ പിറ്റ്സിന്റെ ആക്ട് കഴിഞ്ഞതിന് ശേഷം. ഓക്കെ, പിറ്റ്സിന്റെ ആക്ട് കഴിഞ്ഞതോടുകൂടി എന്താവുന്നു? ഈ ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്ത് മാത്രമേ ആവശ്യമുള്ളൂ? പൊളിറ്റിക്കൽ കാര്യങ്ങൾ മാത്രം നോക്കുന്ന ഒരു സിസ്റ്റമായിട്ട് മാറി. മറിച്ച് ഒരു കമ്പനി, ഒരു ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് നോക്കുന്നു? അവര് കച്ചവട കാര്യങ്ങൾ, അതില് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇടപെടുകയില്ല. അപ്പൊ രണ്ട് രീതിയിലുള്ള ഒരു അധികാരം, രണ്ട് രീതിയിലുള്ള ഒരു ഭരണം വരികയാണ്. അതാണ് ഈ ഡബിൾ ഗവൺമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡബിൾ ഗവൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിക്കേണ്ടത്, രണ്ട് ഗവൺമെന്റ് അല്ല. ഗവൺമെന്റ് ഒരു കാര്യം നോക്കുന്നു, കമ്പനി വേറെ കാര്യം നോക്കുന്നു. ഗവൺമെന്റ് എന്ത് നോക്കുന്നു? പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കുന്നു. കമ്പനി ആണെങ്കിൽ എന്ത് നോക്കും? ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആണെങ്കിൽ എന്ത് നോക്കും? ട്രേഡ് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കുന്നു. അതാണ് ഈ രണ്ട് രീതിയിലുള്ള ഭരണം. അതാണ് ഡബിൾ ഗവൺമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ പേര് നിങ്ങൾ ഓർത്തു വെക്കണം. ഏതാ? ഈ ആക്ടിന്റെ പേര് എപ്പോഴും ഓർത്തു വെക്കണം, പിറ്റ്സിന്റെ ആക്ട്. ഓക്കെ, അപ്പൊ ഡബിൾ ഗവൺമെന്റ് എപ്പോഴാണ് കൊണ്ടുവന്ന് ചോദിക്കാം, ഏത് നിയമത്തിലൂടെയാണ് കൊണ്ടുവന്ന് ചോദിക്കാം. അപ്പൊ പറയേണ്ടത് എന്താ? പിറ്റ്സിന്റെ ആക്ട്. ഡബിൾ ഗവൺമെന്റ് ഏത് വർഷമാണ് കൊണ്ടുവന്ന് ചോദിക്കാം, ഏതാണ്? 1784. അല്ലെങ്കിൽ പിറ്റ്സിന്റെ ആക്ട് എന്നാണ് വന്നതെന്ന് ചോദിക്കാം. പിറ്റ്സിന്റെ ആ വർഷങ്ങളൊക്കെ ചോദിക്കാം കേട്ടോ. 1784. അപ്പൊ രണ്ട് നിയമം നോക്കൂ. ഈ രണ്ട് നിയമവും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയല്ലേ? ആരാ? ഈസ്റ്റ് ഇന്ത്യ കമ്പനിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണല്ലേ. 773 അതിന്റെ പേര് റെഗുലേഷൻ തന്നെയാണ്. കൺട്രോളിംഗ് എന്നുള്ള അർത്ഥം വരുന്ന അതേ പേര് തന്നെയാണ് റെഗുലേഷൻ ആക്ട് 1773. ഓക്കെ, അത് പക്ഷെ ഈ 1784 നിയമത്തിനുള്ള പേര് പിറ്റ്സ് ഇന്ത്യ ആക്ട് എന്നാണ്. ഓക്കെ, ഇനി അടുത്ത നിയമം നോക്കാം. അടുത്തതിന് ചാർട്ടർ തന്നെയാണ് പേര് കേട്ടോ. ചാർട്ടർ ആക്ട് ഓഫ് 1830. ഇടയിൽ വേറെ നിയമമുണ്ട്, അതും നമുക്കിതിൽ ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് അധികം പഠിക്കേണ്ട കാര്യമില്ല. ഇനി അടുത്ത നിയമം നമ്മൾ പഠിക്കാൻ പോകുന്ന 1833. 1833 എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ചാർട്ടർ ആക്ട് ഓഫ് 1833. നമ്മൾ ഓൾറെഡി ഗവർണർ ബംഗാളിന്റെ പേര് മാറ്റി അല്ലെ. ഗവർണർ ഓഫ് ബംഗാളിന്റെ പേരെന്താക്കി? ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നാക്കി. എന്നിട്ട് ആദ്യമായിട്ട് അയാളുടെ പേരെന്തായിരുന്നു? വാരൻ ഹാസ്റ്റിംഗ് എന്നായിരുന്നു. ഇനിയിപ്പോ ഇവരെന്താ ചെയ്യാൻ പോകുന്നു നോക്കൂ കേട്ടോ. ഈ ചാർട്ടർ ആക്ട് 1833 ഈ ഗവർണർ ഓൾറെഡി പേരെന്തായിരുന്നു? ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നാണ് പേരുണ്ടായിരുന്നത്. ആ പേര് ഒന്നുകൂടെ മാറ്റുകയാണ്. നോക്കൂ, ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നാക്കണം. അതായത് ഇന്ത്യയുടെ മൊത്തമായിട്ടുള്ള അധികാരം എവിടെ കൊണ്ടുവരുന്നു? ഈ ബംഗാൾ ഗവർണർക്ക് കൊണ്ടുവരുന്നു. സെൻട്രലൈസേഷൻ അല്ലേ? ഈ കാലഘട്ടത്തിൽ മൊത്തമായിട്ട് എന്താണ്? അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരിക്കുന്ന കാലഘട്ടത്തിൽ മൊത്തമായിട്ട് എന്താ ഗവൺമെന്റ്, ബ്രിട്ടീഷ് ഗവൺമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്ന എല്ലാ അധികാരവും ഒരാളെ കൊണ്ടുവരും. ആരെയിലെ കൊണ്ടുവരിക? ബംഗാൾ ഗവർണറിൽ കൊണ്ടുവരും. അപ്പൊ അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് കുറച്ചുകൂടി അധികാരം കൊടുക്കുകയാണ്. എപ്പോഴാണ്? 1833. അതായത് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നുള്ള ഓൾറെഡി പേര് കൊടുത്തിരുന്നു അല്ലെ. 1773 കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പേര് ഒന്നുകൂടെ മാറ്റിയിട്ട് എന്താക്കുന്നു? ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നാക്കുന്നു കേട്ടോ. ബംഗാളിന്റെ അധികാരം മൊത്തമായിട്ട് മാറ്റി ഇന്ത്യയുടെ മൊത്തമായിട്ട് അധികാരം കൊടുക്കുകയാണ്. ആർക്ക്? ബംഗാൾ ഗവർണർ. അപ്പൊ ബംഗാൾ ഗവർണറുടെ പേരെന്താക്കുന്നു? ഗവർണർ ജനറൽ ഓഫ് ബംഗാളിൽ നിന്നും ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നാക്കുന്നു. അങ്ങനെ ഇന്ത്യ എന്നാക്കിയതിനു ശേഷം ആദ്യമായിട്ട് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആവുന്നത് ആരാണ് നോക്കൂ? പേര് വില്യം ബെന്റിക്. പേര് ഓർത്ത് വെക്കണം. ആദ്യമായിട്ട് ചോദിക്കാം, ആദ്യമായിട്ട് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആരാണ് ആയത് എന്ന് ചോദിക്കാം. വില്യം ബെന്റിക് ആണ്. വർഷം ഏതാണ്? ചാർട്ടർ ആക്ടിലെ കൂടെയാണ് ആയത്. ആ ചാർട്ടർ ആക്ടിന്റെ വർഷം ഏതാണ്? 1833. ഓക്കെ, അതുപോലെ തന്നെ കുറച്ചുകൂടി അധികാരം കൊടുക്കണം കേട്ടോ. രണ്ടാമത്തെ പോയിന്റ് നോക്കൂ. രണ്ടാമത്തെ പോയിന്റില് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ വാസ് ഗിവൺ എക്സ്ക്ലൂസീവ് ലെജിസ്ലേറ്റീവ് പവേഴ്സ് ഫോർ എൻറ്റയർ ബ്രിട്ടീഷ് ഇന്ത്യ. എന്താ ഈ ലെജിസ്ലേറ്റീവ് പവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നിയമം ഉണ്ടാക്കാനുള്ള അധികാരത്തിനാണ് എന്ത് പറയാ? ലെജിസ്ലേറ്റീവ് പവേഴ്സ് എന്ന് പറയാം കേട്ടോ. നിയമം ഉണ്ടാക്കാനുള്ള അധികാരം ഓൾ ഓവർ ഇന്ത്യ, ബ്രിട്ടീഷ് ഇന്ത്യ. നോക്കൂ, ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ വാസ് ഗിവൺ എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് മാത്രമേ, അയാൾ എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് മാത്രമായിട്ട് ലെജിസ്ലേറ്റീവ് പവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? നിയമം ഉണ്ടാക്കാനുള്ള അധികാരം. ഏത് ഭാഗത്തിലേക്ക് നിയമം ഉണ്ടാക്കാൻ? ഫോർ എൻറ്റയർ ബ്രിട്ടീഷ് ഇന്ത്യ. മൊത്തമായിട്ട് ബ്രിട്ടീഷ് ഭരിക്കുന്ന ആ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ഭരിക്കുന്ന ഇന്ത്യ കേട്ടോ. ബ്രിട്ടീഷ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ മൊത്തമായിട്ട് നിയമം ഉണ്ടാക്കാനുള്ള അധികാരം ആർക്ക് കൊടുക്കുന്നു? ഇപ്പൊ പേര് മാറ്റി ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നാക്കിയ ആ വ്യക്തിക്ക് മൊത്തമായിട്ട് ബ്രിട്ടീഷ് ഇന്ത്യയിലെ നിയമം ഉണ്ടാക്കാനുള്ള അധികാരം കൊടുക്കുകയാണ്. അങ്ങനെ മൊത്തമായിട്ട് ഫസ്റ്റ് ആദ്യമായിട്ട് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആയത് ആരാണ്? വില്യം ബെനഡിക്ട്.
ആ പേര് ഓർത്ത് വെക്കുക, വർഷം ഓർത്ത് വെക്കുക, 1833. സെൻട്രലൈസേഷൻ കണ്ടില്ലേ, അധികാരം കൂട്ടി കൂട്ടി വരികയാണ്. 1773 എന്താ സംഭവിച്ചത്? ഗവർണർ ജനറൽ എന്നുള്ള വാക്ക് ചേർത്തു അല്ലെ, ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ തന്നെ ആക്കി, ജനറൽ എന്നുള്ള വാക്ക് കേട്ടു. ഇനി 833 എന്താ സംഭവിക്കുന്നത്? ഈ ഗവർണർ ജനറൽ ഓഫ് ബംഗാളിന് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നുള്ള പേരും കൊടുത്ത് അയാൾക്ക് ഓൾ ഓവർ ബ്രിട്ടീഷ് ഭരിക്കുന്ന എല്ലാ ഇന്ത്യയിലും നിയമം ഉണ്ടാക്കാനുള്ള അധികാരം കൂടെ കൊടുക്കുകയാണ്. അതാണ് ലെജിസ്ലേറ്റീവ് പവേഴ്സ്. അദ്ദേഹത്തിന് മാത്രം കേട്ടോ, അതാണ് എക്സ്ക്ലൂസീവ് എന്ന് പറയുന്നത്. അങ്ങനെ ആയിട്ടുള്ള ആദ്യത്തെ വ്യക്തിന്റെ പേരെന്തായിരുന്നു? ലോർഡ് വില്യം പെനഡിക്ട്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. 4ാമത്തെ ആക്ട്. ഓക്കെ, ചാർട്ടർ ആക്ട് ഓഫ് 1853. ചാർട്ടർ ആക്ട് ഓഫ് 1853, 1853 ചാർട്ടർ ആക്ട്. അതിൽ 1ാമത്തെ പോയിന്റ് നോക്കാം. സെപ്പറേറ്റഡ് ലെജിസ്ലേറ്റീവ് ആൻഡ് എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻസ് ഓഫ് ഗവർണർ ജനറൽ കൗൺസിൽ. ഗവർണർ ജനറൽ കൗൺസിൽ ഉണ്ട്. അതില് ഈ ലെജിസ്ലേറ്റീവ് എന്ന് പറഞ്ഞ നിയമം ഉണ്ടാക്കാനുള്ള അധികാരമാണ്, എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമം നടപ്പിലാക്കാനുള്ള അധികാരമാണ് കേട്ടോ. അപ്പൊ എപ്പോഴും മനസ്സിലാക്കിക്കോളൂ, ലെജിസ്ലേറ്റീവ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമം ഉണ്ടാക്കാനുള്ള ഫംഗ്ഷൻസ് ആണ് കേട്ടോ. അല്ലെങ്കിൽ അതിനുള്ള ലെജിസ്ലേറ്റീവ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമം ഉണ്ടാക്കാനുള്ള അധികാരമാണ്. എക്സിക്യൂട്ടീവ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിയമം നടപ്പിലാക്കാനുള്ള പവറിനാണ് എന്ത് പറയാം? എക്സിക്യൂട്ടീവ് പവർ എന്ന് പറയാം. അപ്പൊ ഇത് രണ്ടും ഒരുമിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. ആർക്ക്? ഗവർണറിന്റെ കൗൺസിൽ. കൗൺസിൽ പറഞ്ഞാൽ ഒരു സമിതി കേട്ടോ. അപ്പോ ഈ ലെജിസ്ലേറ്റീവിന്റെയും എക്സിക്യൂട്ടീവിന്റെയും ഈ രണ്ട് ഫംഗ്ഷൻ, നിയമം ഉണ്ടാക്കുന്ന ആൾ തന്നെ നിയമം നടപ്പിലാക്കി കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഈ നടപ്പിലാക്കാനുള്ള സൗകര്യം അനുസരിച്ച് നിയമം ഉണ്ടാക്കും അല്ലെ. അപ്പൊ അങ്ങനെ ആവരുത്. നിയമം ഉണ്ടാക്കുന്ന ആൾക്കാരും നിയമം നടപ്പിലാക്കുന്ന ആൾക്കാരും രണ്ടും രണ്ടായിരിക്കണം. അങ്ങനെ രണ്ടും രണ്ടാക്കാൻ വേണ്ടി അത് രണ്ടും രണ്ടാക്കിയത് എപ്പോഴാണ്? 1853 ചാർട്ടർ ആക്ടിലാണ്. ഓക്കെ, അപ്പൊ ഗവർണറുടെ കൗൺസിൽ തന്നെയാണ്, ഗവർണറുടെ സമിതി തന്നെയാണ്. ആ സമിതിയിൽ നിയമം ഉണ്ടാക്കുന്ന ആൾക്കാർ കുറച്ചുപേര്, നിയമം നടപ്പിലാക്കുന്ന ആൾക്കാർ കുറച്ചുപേരായിട്ട് ആ ഒരു ഡിവിഷൻ കൊണ്ടുവരുന്നത് എപ്പോഴാണ്? 1853. അതുപോലെ തന്നെ അടുത്തൊരു പോയിന്റ് നോക്കൂ. ഇൻട്രൊഡ്യൂസ്ഡ് ആൻ ഓപ്പൺ കോമ്പറ്റീഷൻ സിസ്റ്റം. ഇത് ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓപ്പൺ കോമ്പറ്റീഷൻ എപ്പോഴാണ് എക്സാമിന് വന്നത്? എന്താ ഓപ്പൺ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും മത്സരത്തിൽ പങ്കെടുക്കാം. അതാണ് ഈ ഓപ്പൺ കോമ്പറ്റീഷൻ. ഓക്കെ, ഫോർ സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ് ഓഫ് സിവിൽ സർവൻസ്. സിവിൽ സർവൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഗവൺമെന്റ് സർവീസിലുള്ള എല്ലാവരെയും സിവിൽ സർവൻസ് ആണ് പറയാം. എന്നാലും സിവിൽ സർവീസ് എന്ന് നമ്മൾ ആരിനെ പറയാ? ഈ IAS IPS എന്നുള്ള ആ ഒരു വലിയ ടോപ്പ് ഗ്രൂപ്പ് A പോസ്റ്റിൽ ഇരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ സിവിൽ സർവൻസ് അല്ലെങ്കിൽ സിവിൽ സർവീസ് എന്നൊക്കെ പറയാം കേട്ടോ. സാധാരണ ഇതിൽ സിവിൽ സർവൻസ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ജോലി ചെയ്യുന്ന എല്ലാവരും എന്താ? സിവിൽ സർവൻസ് ആണ്. അപ്പൊ ഈ ഗവൺമെന്റ് സർവീസിലേക്ക്, അതായത് ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോൾ ആ സമയത്തുള്ള ഗവൺമെന്റ് പൊളിറ്റിക്കൽ അഫയേഴ്സ് ഒക്കെ നോക്കുന്നത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ആണെന്ന് മനസ്സിലായല്ലോ ഓൾറെഡി. അപ്പൊ അത് നോക്കാനൊക്കെ എന്താണ്? ഇവിടെ ജോലിക്ക് ആൾക്കാരെ വേണം. അപ്പൊ അതിനെല്ലാം ഇന്ത്യക്കാർക്ക് കൂടി എന്താണ്? ജോലിയിൽ ഓപ്പൺ കോമ്പറ്റീഷൻ പറഞ്ഞാൽ അതുവരെ യൂറോപ്യൻസിന് മാത്രമേ ഈ ജോലി എക്സാംസ് ഒക്കെ എഴുതാൻ പറ്റുമായിരുന്നുള്ളൂ കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് ഇന്ത്യക്കാർക്ക് ഒരു ഗവൺമെന്റ് എക്സാം എഴുതാൻ, അതായത് ഓപ്പൺ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് എക്സാം എഴുതി ജോലിക്ക് കയറാനുള്ള ഒരു അവകാശം കിട്ടിയത് ഏത് നിയമത്തിലൂടെയാണ്? 1853 നിയമത്തിലൂടെയാണ്. അപ്പൊ 1853 നിയമം നമ്മൾ രണ്ട് പോയിന്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് ആലോചിക്കണം. ഒന്ന്, ലെജിസ്ലേറ്റീവ് ആൻഡ് എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ സെപ്പറേറ്റ് ആക്കി. അതായത് നിയമം ഉണ്ടാക്കാനുള്ള അധികാരവും നിയമം നടപ്പിലാക്കാനുള്ള അധികാരവും രണ്ടാക്കിയത് 1853. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് എന്താ? 2ാമത്തെ പോയിന്റ് എന്തായിരുന്നു? ഓപ്പൺ കോമ്പറ്റീഷൻ. അതായത് സിവിൽ സർവീസിലേക്ക് വേണ്ടി, ഗവൺമെന്റ് സർവീസിലേക്ക് വേണ്ടി ഇന്ത്യക്കാർക്കും പങ്കെടുക്കാം, ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം എന്നുള്ളൊരു നിയമം കൂടെ നടപ്പിലാക്കുന്ന എപ്പോഴാണ് കൊണ്ടുവന്നത്? 1853. അപ്പൊ ഇതാണ് ചാർട്ടർ ആക്ട് ഓഫ് 1853. അങ്ങനെ ഈ 4 നിയമങ്ങളാണ് നമുക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ നിയമങ്ങളാണ് ഇവിടെ ഉണ്ടാക്കിയത്, അതായത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി എന്തൊക്കെ നിയമം ഉണ്ടാക്കി എന്നുള്ളത് ഈ 4 നിയമങ്ങളാണ്. ഈ 4 നിയമങ്ങൾ എന്തിനുണ്ടാക്കിയിട്ടുള്ളത്? ഏതൊക്കെയായിരുന്നു 4 നിയമങ്ങൾ? 4 നിയമങ്ങളും നമുക്ക് ഇയേഴ്സ് ഓർത്ത് വെക്കണം. 1ാമത്തെ നിയമം 1773. 2ാമത്തെ നിയമം 1784. 73 എന്തൊക്കെയാ സംഭവിച്ചത്? ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നാക്കി അല്ലെ, ഗവർണർ ജനറൽ എന്നുള്ള വാക്ക് ആഡ് ചെയ്തു. അങ്ങനെ ആയ ആദ്യത്തെ ആളാരായിരുന്നു? വാരൻ ഹാസ്റ്റിംഗ് ആയിരുന്നു. ഒരു സുപ്രീം കോടതി ഉണ്ടാക്കുന്നു. ഇത് രണ്ടും ഓർത്ത് വെക്കുക. 773. 784 ഡബിൾ ഗവൺമെന്റ് അല്ലെ. എന്തൊക്കെ ഡബിൾ ഗവൺമെന്റ്? ബോർഡ് ഓഫ് കൺട്രോളും അതിലെ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സും. ഇത് ഓർത്ത് വെക്കുക. 3ാമത്തെ നിയമം 1833 ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നാക്കുന്നു. അങ്ങനെ ആവുന്ന ആദ്യത്തെ വ്യക്തി ആരാ? വില്യം പെനഡിക്ട്. അതേപോലെ തന്നെ എന്തായിരുന്നു? അയാൾക്ക് ലെജിസ്ലേറ്റീവ് പവേഴ്സ്, ഇന്ത്യ മൊത്തമായിട്ട്, ബ്രിട്ടീഷ് ഭരിക്കുന്ന ഇന്ത്യ മൊത്തമായിട്ട് നിയമം ഉണ്ടാക്കാനുള്ള അധികാരവും കൊടുക്കുന്നു. അടുത്തോ ചാർട്ടർ ആക്ട് ഓഫ് 1853. എന്തായിരുന്നു അതില്? ഈ ലെജിസ്ലേറ്റീവ് ഫംഗ്ഷൻസും എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻസും രണ്ടാക്കുന്നു. പിന്നെന്താ? ഓപ്പൺ കോമ്പറ്റീഷൻ സിസ്റ്റം. ആർക്ക് വേണമെങ്കിലും
ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി മത്സരിക്കാനുള്ള ഒരു ഓപ്പൺ കോമ്പറ്റീഷൻ സിസ്റ്റം കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ 4 നിയമങ്ങളാണ് എന്താ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ ഭരിക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഉണ്ടാക്കിയ നിയമങ്ങൾ. ഇതെല്ലാം ഉണ്ടാക്കുന്ന എന്തിനു വേണ്ടിയാണ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് അല്ലെ. ഇനി ഇതിന് ശേഷം വരുന്ന നിയമങ്ങളാണ് രണ്ടാമത്തെ കാലഘട്ടം. ഏതാ? ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയെ നേരിട്ട് ഭരിക്കുന്ന കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത്. 1858 മുതൽ ഏതാ 1947 വരെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ആ ഒരു കാലഘട്ടത്തിൽ ഇനി വരുന്ന കാലഘട്ടത്തിൽ എന്താണ്? ക്രൗൺ റൂൾ അല്ലെ. നോക്കൂ, ക്രൗൺ റൂൾ എന്താണ്? 1858 മുതൽ 1947 വരെ ക്രൗൺ റൂൾ എന്ന് പറഞ്ഞാൽ എന്താ? ബ്രിട്ടീഷ് ഗവൺമെന്റ് നേരിട്ട് ഭരിക്കുകയാണ്. അപ്പൊ ഉണ്ടാക്കുന്ന നിയമങ്ങൾ എന്തായിരിക്കും? ഡീസെൻട്രലൈസേഷൻ ആയിരിക്കും. ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അധികാരം ഒരാൾക്ക് ഇനി കൊടുക്കില്ല. ഇനി എന്തായിരിക്കും? ഇനി അധികാരം വിഭജിക്കും, പല ആൾക്കാരിലേക്ക് വിഭജിക്കും പല നിയമങ്ങളിലൂടെ. അപ്പൊ അതിൽ കുറച്ച് നിയമങ്ങൾ നമുക്ക് പഠിക്കണം കോൺസ്റ്റിറ്റ്യൂഷൻ വ്യൂ പോയിന്റിൽ കേട്ടോ. അതായത് ഈ ഭരണഘടന പഠിക്കുമ്പോൾ പഠിക്കേണ്ട നിയമങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ നിയമം, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിയമം കേട്ടോ, 1858 ഉണ്ടാക്കിയ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. 1858 നമുക്കറിയാം ഈസ്റ്റ് ഇന്ത്യ കമ്പനിനെ പിരിച്ചുവിടുകയാണ്. ഈ നിയമത്തിലൂടെ പിരിച്ചുവിടുന്നത് കേട്ടോ. ഇതിനു മുമ്പ് ഒരു യുദ്ധമൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് നമ്മൾ പറയും. അത് ബ്രിട്ടീഷുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സിപ്പായി ലഹള എന്നായിരുന്നു, സിപ്പായി മ്യൂട്ടിനി എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ ആ യുദ്ധമൊക്കെ കഴിയുന്ന സമയത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇവിടെ ഭരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരികയാണ്. അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി തുടർന്ന് ഭരിച്ചു കഴിഞ്ഞാൽ വളരെ വളരെ മോശമായി പോകും സാഹചര്യം എന്നുള്ളതൊക്കെ കൊണ്ടാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പിരിച്ചുവിടുന്നത്. ആരാ? ബ്രിട്ടീഷ് ഗവൺമെന്റിന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പിരിച്ചുവിടുന്നത്. ഇനി നിങ്ങൾ നോക്കേണ്ട എല്ലാ കാര്യങ്ങളും ഇനി ഞങ്ങൾ നോക്കിക്കോളാം. ഇന്ത്യ ഒരു കോളനി ആയിരുന്നു അല്ലെ. ഈ കോളനി, അപ്പൊ കോളനി ഭരണങ്ങൾ നേരിട്ട് ആരാണ് ചെയ്യാൻ പോകുന്നത്? ഇനി മുതൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് നേരിട്ട് ചെയ്യാൻ പോകണം. അപ്പൊ നേരിട്ട് ചെയ്യാൻ പോകുമ്പോൾ ആദ്യമായി ഉണ്ടാക്കിയ നിയമമാണെന്ത്? 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഫസ്റ്റ് ചെയ്യാൻ എന്താണ്? അബോളിഷ് ചെയ്യാണ് ഈസ്റ്റ് ഇന്ത്യ. നോക്ക്, ഫസ്റ്റ് പോയിന്റിന് എന്താ? ഈസ്റ്റ് ഇന്ത്യ കമ്പനിനെ ഒഴിവാക്കണം, അബോളിഷ് ചെയ്തു. ഇനി ഈസ്റ്റ് ഇന്ത്യ കമ്പനി വേണ്ട കേട്ടോ എന്നുള്ളത് ഫസ്റ്റ് ആയിട്ട് നിയമത്തിൽ കൊണ്ടുവന്നത് 1858 നിയമത്തിലാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇനി ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യന്റെ ഒക്കെ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യനെ പേര് ഒന്നും കൂടെ മാറ്റുക. എന്താക്കുന്നത്? വൈസ്രോയ്. എന്താക്കുന്നത്? വൈസ്രോയ് എന്നുള്ള ഒരു പേര് കൊടുക്കുകയാണ്. പേര് കൊടുക്കുന്നതോടുകൂടി അധികാരം കുറയ്ക്കുകയാണ് കേട്ടോ. ഇനി അധികാരം കുറയ്ക്കുകയാണ്, അതും കൂടെ ഓർക്കണം. ഈ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ഒക്കെ 1833 ആയിട്ടുണ്ടായിരുന്നു അല്ലെ. ഇനി അവർക്ക് ഭയങ്കരമായിട്ട് അധികാരം കൊടുത്തിട്ടുണ്ടായിരുന്നു. മൊത്തം ഇന്ത്യക്ക് നിയമം ഉണ്ടാക്കാനുള്ള അധികാരമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു 1833. ഇനി അതൊക്കെ മാറാൻ പോവാണ്. എങ്ങനെയാ മാറ്റുക? ഈ അധികാരം കുറയ്ക്കണം. അധികാരം കൂടുമ്പോഴും കുറയ്ക്കുമ്പോഴും പേര് മാറ്റും. ഇനി അധികാരം കുറയ്ക്കുകയാണ് കേട്ടോ. അധികാരം കുറയ്ക്കുമ്പോൾ ഈ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നുള്ള പേര് മാറ്റിയിട്ട് എന്താക്കും? വൈസ്രോയ് എന്നാക്കും. എന്നിട്ട് അങ്ങനെ ആവുന്ന ആദ്യത്തെ വൈസ്രോയിന്റെ പേര് കൂടെ ഓർത്ത് വെച്ചോളൂ, ലോർഡ് കാനിങ്. എന്താണ്? ലോർഡ് കാനിങ്. ഇനിയിപ്പോ 2 ഗവൺമെന്റിന്റെ ആവശ്യമുണ്ടോ? ആ പിറ്റ്സ് ഇന്ത്യ ആക്ട് കൊണ്ട് നമ്മൾ പഠിച്ചില്ലേ? 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട്, സിസ്റ്റം ഓഫ് ഡബിൾ ഗവൺമെന്റ്. കച്ചവട ഒരു കമ്പനി നോക്കാം, പൊളിറ്റിക്കൽ രാഷ്ട്രീയ കാര്യങ്ങൾ ഗവൺമെന്റ് നോക്കാന്നുള്ള ആ ഡബിൾ ഗവൺമെന്റിന് ആവശ്യമുണ്ടോ? ഇല്ല. കമ്പനിയെ ഇല്ല, കമ്പനി തന്നെ അബോളിഷ് ചെയ്തു. ഫസ്റ്റ് പോയിന്റ് തന്നെ എന്താണ്? കമ്പനിനെ അബോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഡബിൾ ഗവൺമെന്റ് ഒന്നും ആവശ്യമില്ല. ഒറ്റ ഗവൺമെന്റ് ആരാണ്? ബ്രിട്ടീഷ് ഗവൺമെന്റ് മാത്രമായിരിക്കും ഭരിക്കുക അല്ലെ. അതാണ്. അപ്പൊ ഡബിൾ ഗവൺമെന്റ് അവസാനിപ്പിക്കുന്നു കേട്ടോ. ഡബിൾ ഗവൺമെന്റ് അവസാനിപ്പിക്കും. കാരണം കമ്പനിനെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇല്ല. ഇനി ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഒരു അധികാരവും ഇല്ല. അപ്പൊ ഡബിൾ ഗവൺമെന്റ് ഒന്നും ആവശ്യമില്ല. ഇനി മുതൽ ഒറ്റ ഗവൺമെന്റ്, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബ്രിട്ടീഷ് ഗവൺമെന്റ് ആയിരിക്കും നേരിട്ട് ഭരിക്കുക. അതായത് ഡബിൾ ഗവൺമെന്റ് ഇല്ലാതാക്കി. ഇനിയോ പുതിയൊരു ഓഫീസ്, പുതിയൊരു തസ്തിക കൊണ്ടുവരികയാണ്. ആ തസ്തികന്റെ പേര് നോക്കൂ, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഈ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഇനി മുതൽ ഒരു പുതിയൊരു ഓഫീസ് ഉണ്ടാക്കണം. പുതിയൊരു ഓഫീസാണ്, പുതിയൊരു തസ്തിക ഉണ്ടാക്കി. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ആളെ ഇവര് ബ്രിട്ടനിൽ കൊണ്ടുവരുത്തി, ലണ്ടനിൽ കൊണ്ടുവരുത്തി. ബ്രിട്ടന്റെ തലസ്ഥാനമാണ് ലണ്ടനിൽ കൊണ്ടുവരുത്തിയിട്ട് അയാളായിരിക്കണം ഇനി എല്ലാ കാര്യങ്ങളും, ഇന്ത്യയുടെ കാര്യങ്ങൾ നോക്കേണ്ടത്. അയാൾ ലണ്ടനിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ബ്രിട്ടീഷ് ഗവൺമെന്റിന് അയാളെ കൺട്രോൾ ചെയ്യാൻ ഈസി ആയിരിക്കില്ലേ അല്ലെ. അപ്പൊ അതുകൊണ്ട് ഈ വൈസ്രോയ് ആണ് ഇന്ത്യയുടെ ഏറ്റവും ഹയസ്റ്റ് പോസ്റ്റ് ഇന്ത്യയിൽ നിന്ന് നോക്കേണ്ടത്. പക്ഷെ വൈസ്രോയ്ക്ക് അധികാരം കുറച്ചിട്ട് ആ അധികാരം ആർക്കാ കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിന് കൊടുക്കും. പുതിയൊരു തസ്തിക ഉണ്ടാക്കിയിട്ട്. ഇന്നലെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിനെ എവിടെ ഇരുത്തും? ലണ്ടനിൽ ഇരുത്തും. ലണ്ടനിൽ ഇരുത്തി കഴിഞ്ഞാൽ എന്തായിരിക്കും? ബ്രിട്ടീഷ് ഗവൺമെന്റിന് ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. മറിച്ച് വൈസ്രോയ്ക്ക് മൊത്തമായിട്ട് അധികാരം കൊടുത്തു കഴിഞ്ഞാൽ വൈസ്രോയ് ഒരു സന്ദർഭത്തിൽ ഇനി ഈ ബ്രിട്ടീഷ് ഗവൺമെന്റ് ആയിട്ട് എനിക്ക് ഒരു ബന്ധവുമില്ല, ഞാൻ ഇന്ത്യ സ്വന്തമായി ഭരിച്ചോളാം എന്ന് പറഞ്ഞാൽ ആ അധികാരം മൊത്തമായിട്ട് പോയില്ലേ? ഒരു കോളനി മൊത്തമായി നഷ്ടപ്പെടും ബ്രിട്ടീഷ് ഗവൺമെന്റ്. അതുകൊണ്ട് അധികാരം ഇവിടെയുള്ള ആൾക്കാർക്ക് അധികാരം വെട്ടിക്കുറയ്ക്കുകയാണ്. അതുകൊണ്ടാണ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യന്റെ പേര് മാറ്റിയിട്ട് എന്താക്കുന്നത്? വൈസ്രോയ് എന്നാക്കുന്നത്. എന്നിട്ട് ആദ്യമായിട്ട് വൈസ്രോയ് ആവുന്നത് ആരാ? ലോർഡ് കാനിങ്. വൈസ്രോയ്ക്ക് അധികാരം കുറച്ചു. എന്നിട്ട് ആ അധികാരമൊക്കെ ആർക്കാ കൊടുത്തത്? സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് പറഞ്ഞ പുതിയൊരു തസ്തിക ഉണ്ടാക്കിയിട്ട് അയാളെ എവിടെ കൊണ്ടുവരുത്തി? ലണ്ടനിൽ കൊണ്ടുവരുത്തി.
അപ്പൊ ഈ 4 പോയിന്റാണ് നമ്മൾ എന്തിലും പഠിക്കേണ്ടത്. 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അല്ലെ, ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാക്കുന്ന നിയമങ്ങളുടെയൊക്കെ പേരുകൾ നമ്മൾ ആദ്യം തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു. 2 പേരിൽ അറിയപ്പെടും. എന്തൊക്കെയായിരുന്നു? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്നും കൗൺസിൽ ആക്ട് എന്നും. കേട്ടോ, എല്ലാ നിയമങ്ങളും ഈ പേരുകളാണ് അറിയപ്പെടുക. അപ്പൊ ഒന്നാമത്തെ നിയമം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 1858 ഒന്നാമത്തെ നിയമത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഫസ്റ്റ്, കമ്പനിനെ അങ്ങോട്ട് എടുത്ത് കളഞ്ഞു. കമ്പനി, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് അബോളിഷ് ചെയ്തു. അബോളിഷ് ചെയ്ത സ്ഥിതിക്ക് പിന്നെ ഡബിൾ ഗവൺമെന്റിന്റെ ആവശ്യം ഉണ്ടോ? ഇല്ല. അപ്പോൾ ഡബിൾ ഗവൺമെന്റിന്റെ ആവശ്യമില്ല. അപ്പൊ ഡബിൾ ഗവൺമെന്റ് ഓട്ടോമാറ്റിക്കലി അവസാനിച്ചു. പിന്നെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയുടെ പേര് മാറ്റി വൈസ്രോയി എന്നാക്കുന്നു. അങ്ങനെ ആവുന്ന ആദ്യത്തെ ആളുടെ പേര് കാനിങ് എന്നാണ് ആദ്യത്തെ പേര്. പിന്നെ ഒരു പുതിയൊരു തസ്തിക ഉണ്ടാക്കുന്നു, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. എവിടെയാ? ലണ്ടനിലാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഇരിക്കുന്നത് കേട്ടോ. ഈ സെക്രട്ടറി എവിടെ ഇരിക്കുക? ലണ്ടൻ, ബ്രിട്ടന്റെ തലസ്ഥാനമായിട്ട് ലണ്ടനിൽ ഇരുന്നിട്ടായിരിക്കും കാര്യങ്ങൾ നോക്കുക. ഈ 4 പോയിന്റാണ് 1858 നിയമത്തിൽ നമ്മൾ പഠിക്കേണ്ടത്. അടുത്ത നിയമം നോക്കൂ, കൗൺസിൽ ആക്ട് എന്ന് അറിയപ്പെടുന്നു അല്ലെ, ഇന്ത്യൻ കൗൺസിൽ ആക്ട് ഓഫ് 1861. ഒരു 3 വർഷം കഴിഞ്ഞ ഉടനെ അടുത്തൊരു കൗൺസിൽ ആക്ട് ഉണ്ടാക്കുകയാണ്. ആ കൗൺസിൽ ആക്ടിൽ എന്തൊക്കെ നോക്കുക? ദ പ്രോസസ് ഓഫ് ഡീസെൻട്രലൈസേഷൻ. നമ്മൾ ആദ്യം തന്നെ നോക്കിയില്ലേ, എന്താണ് ദ പ്രോസസ് ഓഫ് ഡീസെൻട്രലൈസേഷൻ? പറഞ്ഞ അധികാരം പല ആൾക്കാരിലേക്ക് കൊടുക്കണം, ഇനി ഒരിക്കലും ഒരാളിലേക്ക് എത്തിക്കാൻ വേണ്ടി. ഈ നിയമങ്ങളൊക്കെ അതാണ് കേട്ടോ. ഈ നിയമങ്ങളെല്ലാം അത് ഈ കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് നേരിട്ട് ഭരിക്കുന്ന കാലഘട്ടത്തിലുള്ള നിയമങ്ങളൊക്കെ നമ്മളൊന്ന് വൃത്തിയായി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എല്ലാ നിയമവും ഡീസെൻട്രലൈസ്, ഒറ്റ ആൾക്ക് അധികാരം കൊടുക്കാതെ പല ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഈ നിയമങ്ങളൊക്കെ ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ട് 1861 ഒരു നിയമം നോക്കൂ എന്താണെന്നുള്ളത്. ഇന്ത്യൻ കൗൺസിൽ ആക്ട് ഓഫ് 1861. The process of decentralization by restoring legislative powers to Bombay and Madras presidencies. നേരത്തെ ആർക്കായിരുന്നു? ബംഗാളിലുള്ള ഗവർണർക്ക് മാത്രമായിരുന്നു ഇന്ത്യ ഒട്ടാകെ നിയമം ഉണ്ടാക്കാനുള്ള, ഇന്ത്യ മൊത്തമായിട്ട് നിയമം ഉണ്ടാക്കാനുള്ള അധികാരം ആർക്ക് മാത്രമായിരുന്നു? ബംഗാൾ ഗവർണർക്കായിരുന്നു. എപ്പോഴായിരുന്നു ആയത്? 1833 അല്ലെ. എന്താ പേര് കൊടുത്തിട്ട്? ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പേര് കൊടുത്തിട്ട് വില്യം ബെന്റിക്കാണ് ആ സമയത്ത് ആയത് 1833. അയാൾക്കായിരുന്നു മൊത്തമായിട്ട് അധികാരം. അയാളുടെ ഒറ്റ ആളായിരുന്നു മൊത്തം അധികാരം, ഇന്ത്യയിൽ മൊത്തം നിയമം ഉണ്ടാക്കാനുള്ളത്. അത് മാറ്റിയിട്ട് ബോംബെയിലുള്ള ഗവർണർക്കും അതുപോലെ മദ്രാസിലുള്ള ഗവർണർക്കും നിയമങ്ങൾ, അവർക്ക് അവരുടേതായ നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു അധികാരം കൊടുക്കുകയാണ്. അതാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞത്. അപ്പൊ എല്ലാ നിയമങ്ങളും ഡീസെൻട്രലൈസേഷന്റെ ഭാഗമാണ്. പക്ഷെ 1861 നിയമം നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്താണ് കൃത്യമായിട്ട് ഡീസെൻട്രലൈസേഷൻ ആണ്, അധികാരം ബാക്കിയുള്ള ആൾക്കാർക്കും കൂടെ കൊടുക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ 61 നിയമം ഇമ്പോർട്ടന്റ് ആണ്. 61 നിയമം എന്താണ്? നിയമം ഉണ്ടാക്കാനുള്ള ലെജിസ്ലേറ്റീവ് പവേഴ്സ്, റീസ്റ്റോറിംഗ് ലെജിസ്ലേറ്റീവ് പവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന മാറ്റിയിട്ടാണല്ലോ 1833 ബംഗാൾ ഗവർണർക്ക് മാത്രമായി കൊടുത്തത്. അത് മാറ്റിയിട്ട് തിരിച്ച് ആർക്ക് തന്നെ കൊടുക്കുകയാണ്? അതാത് സ്ഥലങ്ങളിലുള്ള ഗവർണർക്ക് അതാത് സ്ഥലങ്ങളിലുള്ള നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള അധികാരം കൊടുക്കുകയാണ്. അപ്പോൾ ബംഗാളിൽ ഉള്ള ആ ഒരു അധികാരം ആർക്കൊക്കെ കിട്ടുകയാണ്? മദ്രാസിനും അതേപോലെ ബോംബെയിലുള്ള ഗവർണർമാർക്കും കിട്ടുകയാണ്. ഇതാണ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് ഓഫ് 1861 മെയിൻ പോയിന്റ്. അടുത്ത പോയിന്റ് നോക്കൂ, ബിഗിനിങ് ഓഫ് റെപ്രസെന്റേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. റെപ്രസെന്റേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരെ കൂടെ അധികാരത്തിലുള്ള സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണത് ബിഗിനിങ് ഓഫ് റെപ്രസെന്റേഷൻ. ആരെ റെപ്രസെന്റ് ചെയ്യുക? ഇന്ത്യക്കാരനെ ആര് റെപ്രസെന്റ് ചെയ്യാൻ? ശരിക്കും ഇന്ത്യക്കാരെ റെപ്രസെന്റ് ചെയ്യണം അല്ലെ? ഇതുവരെ അങ്ങനെ ഉണ്ടായിരുന്നോ? ഇല്ല. അപ്പൊ കുറച്ച് ആൾക്കാരെങ്കിലും നാമമാത്രമായിട്ട്, പേരിന് മാത്രമാണ്, അധികാരമൊന്നും തരില്ല, ഒരു പേരിന് മാത്രമായിട്ട് ഇന്ത്യക്കാരെ എന്ത് ചെയ്യുന്നു? ഈ കുറച്ച് സ്ഥലങ്ങളിലേക്ക് അവർ കൊണ്ടുവരികയാണ്. എവിടേക്കാ കൊണ്ടുവരുന്നത് നോക്കൂ. വൈസ്രോയ് ഷുഡ് നോമിനേറ്റ്, ആ ബ്രാക്കറ്റിൽ എഴുതിക്കുന്നുണ്ടല്ലേ, വൈസ്രോയ് ആണ് ഇപ്പോഴത്തെ ഇന്ത്യയുടെ ഹെഡ് അല്ലെ. വൈസ്രോയ് ഷുഡ് നോമിനേറ്റ് സം ഇന്ത്യൻസ് ആസ് നോൺ ഒഫീഷ്യൽസ് ടു ഗവർണേഴ്സ് കൗൺസിൽ. അതും ഇലക്ഷനിലൂടെ എന്നല്ല കൊണ്ടുവരിക. ആ വൈസ്രോയ്ക്ക് തോന്നുന്ന ആൾക്കാരെ 3 പേരായിരുന്നു ആദ്യമായിട്ട് ഇതിലേക്ക് നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പേരൊക്കെ നമ്മൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ പഠിക്കാം കേട്ടോ. 3 ഇന്ത്യക്കാരെ എന്തിലേക്ക് കൊണ്ടുവരുന്നു? ഗവർണറുടെ കൗൺസിലേക്ക് കൊണ്ടുവരികയാണ്, നോമിനേറ്റ് ചെയ്തത്. അപ്പൊ ആ സമയത്ത് ബ്രിട്ടീഷുകാർക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്താൻ പറ്റുന്ന 3 ഇന്ത്യക്കാരെ എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ ഈ 2 നിയമം നോക്കൂ. 1858 നിയമത്തിലാണ് മെയിൻ ആയിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയൊക്കെ പിരിച്ചുവിട്ടു. പിന്നെന്താ? വൈസ്രോയ് എന്നൊരു തസ്തിക പേര് മാറ്റി വൈസ്രോയ് ആക്കുന്നു, അധികാരം കുറയ്ക്കുന്നു. പിന്നെന്താ? സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് അല്ലെ, എവിടെയാണ്? ലണ്ടനിൽ വെക്കുന്നു. 1861 അതെന്താണ്? നിയമം ഉണ്ടാക്കാനുള്ള അധികാരം ആർക്കൊക്കെ കൊടുക്കുന്നു? 2 പേർക്ക് കൊടുക്കുന്നു. ഒന്ന് ബോംബെയിലും അതേപോലെ മദ്രാസിലുള്ള ഗവർണർക്ക്. ആ പ്രസിഡൻസീസ് എന്നാ പറയാം, സ്റ്റേറ്റ് എന്ന് പറയുന്ന പോലെ ആ സമയത്ത് പറയുന്നതാണ് പ്രസിഡൻസി. അപ്പൊ ആ സ്ഥലത്തുള്ള ഗവർണേഴ്സിന് നിയമം ഉണ്ടാക്കാനുള്ള അധികാരം കൂടെ കൊടുക്കുന്നു. ഓക്കെ. അതുപോലെ തന്നെ കുറച്ച് 2-3 ഇന്ത്യക്കാരെ എന്ത് ചെയ്യുന്നു? 3 എന്നുള്ളത് ഞാൻ എഴുതിയിട്ടില്ല, പക്ഷെ 3 പേർക്കാണ് 3 പേർക്ക് ഗവർണറുടെ കൗൺസിലേക്കുള്ള ഒരു റെപ്രസെന്റേഷൻ അവിടെ പോയിരുന്ന് ഇന്ത്യക്കാരുടെ കാര്യം അവതരിപ്പിക്കാനുള്ള ഒരു സാഹചര്യം കൂടെ ഒരുക്കുന്നു. ഓക്കെ. ഇനി അടുത്ത നിയമം നോക്കാം. 1892 കൗൺസിൽ ആക്ട് കേട്ടോ. 1892 കൗൺസിൽ ആക്ട്. അതിലെ അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല. ആ ഒരു ആക്ട് അത്ര എക്സാം പോയിന്റ് ഓഫ് വ്യൂ അധികം ചോദിക്കാത്തൊരു ആക്ട് ആണ് കേട്ടോ. ഇതിൽ അധികം ചോദിക്കണം കണ്ടിട്ടില്ല. എന്നിരുന്നാലും നമ്മൾ പഠിച്ചിരിക്കുക. 1892
നോക്കൂ, ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ഇൻക്രീസ് ദ നമ്പർ ഓഫ് അഡീഷണൽ മെമ്പേഴ്സ് ഇൻ സെൻട്രൽ ആൻഡ് പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. ഓക്കെ, അതായത് സെൻട്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര ഭരണം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കേന്ദ്ര ഗവൺമെന്റ് മാറിയല്ല, അതുപോലെ തന്നെ അത് ആ ഒരു കോൺസെപ്റ്റ് കേട്ടോ. കേന്ദ്രത്തിലുള്ള ലെജിസ്ലേറ്റീവ് കൗൺസിൽ പറഞ്ഞാൽ എന്താണ്? നിയമം ഉണ്ടാക്കുന്ന കൗൺസിലും. അതുപോലെ പ്രൊവിൻസുകളിൽ നമ്മൾ മൂന്ന് പ്രൊവിൻസുകളെ കുറിച്ച് നമ്മളിപ്പോൾ ചർച്ച ചെയ്തു. ഏതൊക്കെയാ? ബംഗാള്, പിന്നെ ഏതാ കഴിഞ്ഞ ആക്ടിൽ എന്തായിരുന്നു? മദ്രാസിലേക്കും അതുപോലെ ബോംബെക്കും നിയമം ഉണ്ടാക്കാനുള്ള അധികാരം കൊടുത്തു. അപ്പൊ ആ നിയമം ഉണ്ടാക്കുന്ന കൗൺസിലുകളുടെ പേരാണ് എന്ത്? ലെജിസ്ലേറ്റീവ് കൗൺസിൽ. അപ്പൊ അതില് ആൾക്കാരുടെ എണ്ണം, അഡീഷണൽ മെമ്പേഴ്സ്, ഇന്ത്യക്കാർ ഉൾപ്പെടെ കുറച്ച് ആൾക്കാരുടെ എണ്ണം എന്താണ്? കൂട്ടി. ഇപ്പാണ് 1892. പിന്നെ പവർ ഓഫ് ഡിസ്കസിങ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തില് ഒരു സർക്കാരിന് എത്രയൊക്കെ ചെലവാക്കണം എന്നുള്ളതും കഴിഞ്ഞ വർഷം എന്തൊക്കെ ചെലവാക്കി എന്നുള്ള കണക്കെടുപ്പാണ് എന്ത്? ബഡ്ജറ്റ്. ഇതില് ഇന്ത്യക്കാർക്ക് ഒരു വോയിസും ഉണ്ടായിരുന്നില്ല സംശയം. കാരണം ഇന്ത്യക്കാരന്റെ ടാക്സ് പിരിച്ചുകൊണ്ട് പോകണം അല്ലെ ഈ ചെലവാക്കുന്നത്. പക്ഷെ ഇന്ത്യക്കാർക്ക് അത്ര ചെലവാക്കുന്നുണ്ടില്ല. ബ്രിട്ടീഷുകാർ നമ്മളെ വളരെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിരുന്നാലും പേരിന് ബഡ്ജറ്റ് ഡിസ്കസ് ചെയ്യാൻ മാത്രം. ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൽ വോട്ട് ചെയ്യാനൊന്നും പറ്റില്ല. ഈ ബഡ്ജറ്റ് ശരിയല്ല എന്നുകൊണ്ട് വോട്ട് ചെയ്യാതിരിക്കാൻ ഒരു അങ്ങനത്തെ അധികാരമൊന്നുമില്ല. ബഡ്ജറ്റ് ചുമ്മാ ഡിസ്കസ് ചെയ്യാൻ മാത്രമുള്ളൊരു അധികാരം കൂടെ എന്താണ് 1892 വരുന്ന കൗൺസിൽ ആക്ടിൽ കൊടുക്കണം. ഓക്കെ, അപ്പൊ 2 പോയിന്റ് ആണ്. ഒന്ന്, ആൾക്കാരുടെ എണ്ണം. ഈ നിയമം ഉണ്ടാക്കുന്ന ലെജിസ്ലേറ്റീവ് കൗൺസിലുള്ള ആൾക്കാരുടെ എണ്ണം, അത് സെൻട്രൽ കൗൺസിൽ ആയിക്കോട്ടെ ഓരോ പ്രൊവിൻസിലുള്ള കൗൺസിൽ ആയിക്കോട്ടെ, ഇതിലുള്ള എണ്ണം കൂട്ടുകയാണ്. രണ്ടെന്താ? പവർ ഓഫ് ഡിസ്കസിങ് ബഡ്ജറ്റ് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു അധികാരം കാണാം. ഓക്കെ, അടുത്ത നിയമമാണ് ശരിക്ക് ഇന്ത്യക്കാരെ ഏറ്റവും കൂടുതൽ ദ്രോഹിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു നിയമമാണ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് ഓഫ് 1909. നിങ്ങൾ ഓർത്ത് വെച്ചോളൂ. ഇതില് ഈ 2 പേരുകൾ മിന്റോയും മോർലിയും. ഓക്കെ, ഈ മോർലെ മിന്റോ എന്ന് പറയാൻ നിങ്ങൾ ചില ബുക്കിൽ നോക്കുകയാണെങ്കിൽ മോർലെ മിന്റോ എന്ന് പറയും, ചിലതിൽ മിന്റോ മോർലെ എന്ന് പറയും. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ മോർലെ എന്ന് പറഞ്ഞ ഒരാളുടെ പേരാണ്, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിന്റെ പേരാണ് മോർലെ. മിന്റോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വൈസ്രോയ്. ഓക്കെ, ഇപ്പൊ 2 തസ്തിക ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അതിൽ വൈസ്രോയിന്റെ പേര് മിന്റോ എന്നും സെക്രട്ടറി ആ കാലഘട്ടത്തിൽ 1909 ഉണ്ടായിരുന്ന വൈസ്രോയിന്റെ പേരാണ് എന്താ? മിന്റോ. അതേപോലെ മോർലേന്റെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിന്റെ പേരാണ് എന്ത്? മോർലെ. ഇവർ രണ്ടുപേരും കൂടെ ചേർന്നുണ്ടാക്കിയ നിയമമാണ് 1909 ഇന്ത്യൻ കൗൺസിൽ ആക്ട്. ഏറ്റവും കൂടുതൽ ഇന്ത്യ 2 രാജ്യമായിട്ട് വിഭജിക്കാൻ തന്നെ കാരണം ഈ ഒരു നിയമമാണ്. നോക്കിയോളൂ, ഇൻട്രൊഡ്യൂസ് ദ സിസ്റ്റം ഓഫ് കമ്മ്യൂണൽ റെപ്രസെന്റേഷൻ ബൈ ഇൻട്രൊഡ്യൂസിങ് സെപ്പറേറ്റ് ഇലക്ടറേറ്റ്സ്. കമ്മ്യൂണൽ റെപ്രസെന്റേഷൻ പറഞ്ഞാൽ മതപരമായിട്ടുള്ള ഒരു റെപ്രസെന്റേഷൻ. അതായത് വോട്ടിംഗ് ആ സമയത്ത് ഇലക്ഷൻ സ്റ്റാർട്ട് ചെയ്യണം. ഇന്ത്യയിൽ ഇലക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇലക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു പ്രത്യേക വിഭാഗം മതത്തിലിരിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് എന്താണ്? കൂടുതൽ ആൾക്കാരിരിക്കുന്ന സ്ഥലത്ത് അവർക്ക് മാത്രമേ വോട്ട് ചെയ്യാനുള്ള അധികാരമുള്ളൂ. ഓക്കെ, അപ്പൊ ഒരു മതവിഭാഗത്തിലിരിക്കുന്ന ആൾക്കാർ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ആ ഭാഗത്തിരിക്കുന്ന അവർക്ക് എന്താണ്? അവർക്ക് മാത്രമേ ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ അധികാരമുള്ളൂ. ബാക്കിയുള്ളവർക്കൊന്നും ഇലക്ഷനിൽ വോട്ട് ചെയ്യാനുള്ള അവകാശമില്ല. ഇത് എന്തിനാ അങ്ങനെ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഭജിച്ച് ഭരിക്കാൻ വേണ്ടിയാണ്. ഞാൻ പറഞ്ഞ അധികാരം പലർക്കും എത്തിക്കുന്നത് പോലെ തന്നെ അതേ രീതിയിൽ തന്നെ എന്ത് ചെയ്യുന്നു? ഇവരിവിടെ തമ്മിൽ തല്ലിക്കുകയാണ്. എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ബ്രിട്ടീഷിന്റെ അധികാരത്തിന് ചോദ്യം ചെയ്യുമെന്നുള്ള ഒരു അവസ്ഥ വന്നപ്പോൾ എന്ത് ചെയ്തു? അധികാരം വിഭജിക്കുന്നത് പോലെ തന്നെ എന്ത് ചെയ്തു? ആൾക്കാരെ മതപരമായിട്ടും വിഭജിച്ചു. അങ്ങനെ മതപരമായിട്ട് വിഭജിച്ചതിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പായിരുന്നു ഈ മിന്റോ മോർലെ റിഫോംസ്, അല്ലെങ്കിൽ 1909 ഇന്ത്യൻ കൗൺസിൽ ആക്ട്. ഓക്കെ, അങ്ങനെ എങ്ങനെ വിഭജിച്ചത്? ഇലക്ഷൻ നടത്തുന്ന സമയത്ത് ഇലക്ഷനിൽ വോട്ട് ചെയ്യാനുള്ള അധികാരം മതപരമായിട്ട് ഒരു മതത്തിലുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്തു? കൊടുത്തു അവര്. കേട്ടോ, അവര് കൂടുതൽ ഇരിക്കുന്ന സ്ഥലത്ത് അവർക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവന്നു. അതാണ് ഈ കമ്മ്യൂണൽ റെപ്രസെന്റേഷൻ. സെപ്പറേറ്റ് ഇലക്ടറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മാത്രമേ വോട്ട് ചെയ്യാനുള്ള അധികാരമുള്ളൂ, മതപരമായിട്ടുള്ള ഒരു ഐഡന്റിറ്റി വെച്ചിട്ട്. അതാണ് എന്ത്? കമ്മ്യൂണൽ റെപ്രസെന്റേഷൻ. ഓക്കെ, അതുപോലെ തന്നെ പിന്നെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും? ആൾക്കാർ പ്രതിഷേധം ഉണ്ടാവും അല്ലെ? അപ്പൊ പ്രതിഷേധം വരുന്ന സമയത്ത് അവരെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ ചെയ്താണ് 2ാമത്തെ പോയിന്റ്. നോക്കൂ, ഇൻക്രീസ് ദ മെമ്പേഴ്സ് ഇൻ സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. അതായത് സെൻട്രൽ ഗവൺമെന്റിലുള്ള ലെജിസ്ലേറ്റീവ് നിയമം ഉണ്ടാക്കുന്ന കൗൺസിൽ കുറച്ച് 60 പേരാവും കേട്ടോ. ഈ എണ്ണം നമുക്ക് പഠിക്കേണ്ട കാര്യമില്ല. 60 പേരിനെ എന്ത് ചെയ്യും? അതിലേക്ക് എത്തിക്കും. അതിൽ കുറച്ച് കൂടുതൽ ഇന്ത്യക്കാരെ അതിലേക്ക് ആഡ് ചെയ്യും. അപ്പൊ എന്തായി? ഒന്ന് സമാധാനിക്കും ആൾക്കാർ. നിങ്ങളിപ്പോ മതപരമായിട്ട് എന്തെങ്കിലും പ്രശ്നം നിങ്ങൾ വിഭജിക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താലും എന്ത് ചെയ്തു? കുറച്ച് ഇന്ത്യക്കാരെ കൊണ്ടുപോയിട്ട് നിയമം ഉണ്ടാക്കുന്നതിൽ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ചെയ്താണ് ഈ 2ാമത്തെ പോയിന്റ്. ഇൻക്രീസ് ദ മെമ്പേഴ്സ് ഇൻ സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. സെൻട്രൽ നിയമം ഉണ്ടാക്കുന്ന കൗൺസിലിൽ എന്താണ്? കുറച്ച് ആൾക്കാരെ കൂടി എക്സ്ട്രാ ആഡ് ചെയ്തു. ഇതാണ് 2ാമത്തെ പോയിന്റ്.
മൂന്നാമത്തെ പോയിന്റ് നോക്കൂ, അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ വൈസ്രോയ്സ് എക്സിക്യൂട്ടീവ് കൗൺസിൽ. വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ നിയമം നടപ്പിലാക്കുന്ന കൗൺസിലേക്ക് ആദ്യമായിട്ടൊരു ഇന്ത്യക്കാരനെ അവര് നിയമിക്കുകയാണ്. അങ്ങനെ ആയ ഫസ്റ്റ് ആളുടെ പേരാണ് സത്യേന്ദ്ര പ്രസാദ് സിൻഹ. ഈ പേര് ഓർത്തു വെച്ചോളൂ. ആദ്യമായിട്ട് വൈസ്രോയിന്റെ എക്സിക്യൂട്ടീവ് കൗൺസിൽ മെമ്പർ ആയിട്ടുള്ള ഇന്ത്യക്കാരന്റെ പേര് എന്തായിരുന്നു? സത്യേന്ദ്ര പ്രസാദ് സിൻഹ. അപ്പൊ ഇത് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909 ആണ് ശരിക്കും ഇന്ത്യ 2 രാജ്യമായിട്ട് വിഭജിക്കാൻ ആദ്യമായിട്ട് അവർ ചെയ്തിട്ടുള്ള കാര്യം. ഒന്നാമത്തെ സ്റ്റെപ്പ് തന്നെയായിരുന്നു എന്തായിരുന്നു? സെപ്പറേറ്റ് ഇലക്ടറേറ്റ്. അതായത് മതപരമായിട്ട് ഭൂരിപക്ഷമുള്ള ഒരു വിഭാഗത്തിന് എന്ത് ചെയ്തു? അവർക്ക് മാത്രമായിട്ട് വോട്ട് ചെയ്യാനുള്ള അവകാശം കൊടുത്തു. അവരെവിടെയാണോ കൂടുതലുള്ളത്, ഭൂരിപക്ഷമുള്ളത് എവിടെയാണോ അവിടെ അവർക്ക് മാത്രമേ വോട്ട് ചെയ്യാനുള്ള അവകാശമുള്ളൂ, ബാക്കിയുള്ളവർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമില്ല എന്നുള്ളതാണ് എന്താണ് ഈ സെപ്പറേറ്റ് ഇലക്ടറേറ്റ്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് 1909 മിൻഡോ മോർലെ റിഫോംസ് എന്ന പേരിലാണ് അറിയപ്പെടുക. ആ പേരുകൾ മിൻഡോ എന്ന് പറഞ്ഞ വൈസ്രോയും മോർലെ എന്ന് പറഞ്ഞ ആരായിരുന്നു? ആ സമയത്തുള്ള സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് ഈ നിയമം ഉണ്ടാക്കിയത്. പിന്നെ ഒരു പോയിന്റ് കൂടെ പഠിക്കണം. എന്താണ്? വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ ആദ്യമായിട്ട് ജോയിൻ ചെയ്ത ഇന്ത്യക്കാരൻ ആരാണ്? സത്യേന്ദ്ര പ്രസാദ് സിൻഹ. ആ പേര് കൂടെ ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി അടുത്ത നിയമം നോക്കാം. 1919, 10 വർഷത്തിന് ശേഷം. അതിന്റെ പേര് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്നാണ്. നിങ്ങൾ വർഷം ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഈ പേരുകളും എന്താണ്? ഈ ആദ്യത്തെ പേരെന്തായിരുന്നു? 1909 മിൻഡോ മോർലെ. മിൻഡോ വൈസ്രോയും മോർലെയാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റും. അതുപോലെ തന്നെ 10 വർഷം കഴിഞ്ഞ വരുന്ന നിയമമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919. ഇതും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇതില് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 2 പേര്, മൊണ്ടേഗോ, ചെംസ്ഫോർഡ്. ഇതിൽ മൊണ്ടേഗോ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആണ് കേട്ടോ. ഇയാളല്ല വൈസ്രോയ്. ഫസ്റ്റ് പേര് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റും, രണ്ടാമത് ചെംസ്ഫോർഡ് ആയിരുന്നു വൈസ്രോയ്. ചോദിക്കാം കേട്ടോ, ആരായിരുന്നു 1919 വൈസ്രോയ്? ആരായിരുന്നു ചെംസ്ഫോർഡ്? 1919 സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആരായിരുന്നു മൊണ്ടേഗോ? അത് എക്സാമിന് ചോദിക്കാം. ഓക്കെ, അപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1919 ആക്ട്. ഈ നിയമത്തില് ബ്രിട്ടീഷുകാർ എന്താണ് ചെയ്തെന്ന് നോക്കാം. കുറച്ച് പോയിന്റ്സ് പഠിക്കാണ്ട് കേട്ടോ. ഡയാർക്കി ഇൻ പ്രൊവിൻസ്. എന്താ ഈ വാക്കിന്റെ അർത്ഥം? ഡയാർക്കി ഇൻ പ്രൊവിൻസ്. നമുക്കറിയാം പ്രൊവിൻസും ഉണ്ട്. പ്രൊവിൻസ് പറഞ്ഞാൽ സംസ്ഥാനങ്ങൾ പോലത്തെ ഒരു സെറ്റപ്പ് കേട്ടോ. സെൻട്രൽ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റും, പ്രൊവിൻസ് എന്ന് പറഞ്ഞാൽ സംസ്ഥാന ഗവൺമെന്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ആലോചിച്ചാൽ മതി. അപ്പൊ പ്രൊവിൻസുകളിൽ ഡയാർക്കി കൊണ്ടുവരുന്നു. എന്താണ് ഡയാർക്കി? ഡയാർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 രീതിയിൽ, അത് ട്രാൻസ്ഫേർഡും അതേപോലെ റിസർവ്ഡും. ഈ റിസർവ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവർണർക്ക് മാത്രമേ നിയമങ്ങൾ അതിൽ കുറച്ച് കാര്യങ്ങളിൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. റിസർവ്ഡ് സബ്ജക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ഗവർണർക്ക് മാത്രമേ എന്തുണ്ടാക്കാൻ പറ്റുള്ളൂ? നിയമങ്ങൾ ഉണ്ടാക്കാൻ പറ്റും ചില കാര്യങ്ങളിൽ. ട്രാൻസ്ഫേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് അറിയാവുന്ന ഇലക്ഷനൊക്കെ നടന്നിട്ട് മന്ത്രിസഭയൊക്കെ രൂപീകരിച്ചിട്ടുണ്ടാവും അല്ലെ? അപ്പൊ മന്ത്രിസഭയ്ക്ക്, അതായത് അവിടെ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന മന്ത്രിസഭയ്ക്ക് ചില നിയമങ്ങൾ ഉണ്ടാക്കും. ചില കാര്യങ്ങളിൽ അവർക്ക് നിയമങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ അപ്പൊ എന്താണ്? ജനങ്ങളുടെ അഭിപ്രായം കൂടെ അതിൽ വരും അല്ലെ? അപ്പൊ ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്കാർ ഉണ്ടാക്കുന്ന നിയമങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ മാത്രമേ അവർക്ക് നിയമം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഉണ്ടാക്കുന്ന സബ്ജക്ട്സ്, അങ്ങനെ ഉണ്ടാക്കുന്ന ആ ഒരു കാര്യങ്ങളെയാണ് നമ്മൾ എന്താ പറയാ? ട്രാൻസ്ഫേർഡ് സബ്ജക്ട്സ് എന്ന് പറയാം കേട്ടോ. അതേപോലെ ഗവർണർ എന്ന് പറഞ്ഞാൽ എന്താണ്? ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെടുന്ന ആളൊന്നുമല്ല, ബ്രിട്ടീഷ് ഗവൺമെന്റ് നേരിട്ട് അപ്പോയിന്റ് ചെയ്യുന്ന ആളാണ് അല്ലെ? അപ്പൊ ഗവർണർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നിയമങ്ങളാണ് എന്ത്? റിസർവ്ഡ് സബ്ജക്ട്സ്. അപ്പൊ 2 രീതിയിൽ എന്താണ്? ചില കാര്യങ്ങൾക്ക് ഗവർണർക്ക് നിയമം ഉണ്ടാക്കാം, ചില കാര്യങ്ങൾക്ക് ആർക്ക് മാത്രം നിയമം ഉണ്ടാക്കാൻ പറ്റും? ആർക്ക് നിയമം ഉണ്ടാക്കാൻ പറ്റും? ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന മന്ത്രിസഭയ്ക്ക് നിയമങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അതാണ് ട്രാൻസ്ഫർ ചെയ്യുന്നു. ചിലർ റിസർവ് ചെയ്ത് വെക്കണം. ആ റിസർവ് ചെയ്ത് വെക്കണം? ഗവർണർ റിസർവ് ചെയ്ത് വെക്കണം. അപ്പൊ 2 രീതിയിൽ നിയമം ഉണ്ടാക്കാം. ചില കാര്യങ്ങളിൽ ഗവർണർക്കും ചില കാര്യങ്ങൾക്ക് മന്ത്രിസഭയ്ക്കും നിയമം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അതിനെ പറയുന്നതാണ് എന്ത്? ഡയാർക്കി. അത് എവിടെ കൊണ്ടുവന്ന്? ഓരോ പ്രൊവിൻസ്, സെൻട്രൽ ഗവൺമെന്റിൽ അങ്ങനെയല്ല, ഓരോ പ്രൊവിൻസുകളിലും ഈ ഡയാർക്കി കൊണ്ടുവരികയാണ് ഈ 1919. അപ്പൊ നിങ്ങൾ ഈ വാക്ക് എപ്പോഴും ഓർത്ത് വെക്കണം. ഡയാർക്കി എന്നുള്ള വാക്ക് ആദ്യമായിട്ട് ഇന്ത്യയിൽ കൊണ്ടുവന്നത് 1919 ആക്ടിലാണ്. അതുപോലെ തന്നെ ബൈക്യാമറൽ, അടുത്ത പാട്ട് നോക്കൂ. ഈ ബൈക്യാമറലിസം ആൻഡ് ഡയറക്റ്റ് എലക്ഷൻ ഇൻ ദ കൺട്രി. രാജ്യത്ത് ആദ്യമായി ഡയറക്റ്റ് ആയിട്ടുള്ള ഇലക്ഷനും അതുപോലെ തന്നെ ബൈക്യാമറലിസം. എന്ത് ഈ ബൈക്യാമറലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഈ ബൈക്യാമറലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമുക്കിപ്പോ ഇന്ത്യയിൽ പാർലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസിഡന്റിനെയും ലോകസഭനെയും രാജ്യസഭനെയും ചേർത്തിട്ട് നമ്മൾ പാർലമെന്റ് എന്ന് പറയും. ഓക്കെ, അപ്പോ ലോകസഭയും രാജ്യസഭയും 2 സഭകൾ എന്തിനാണ് മേലെ നമ്മൾ എലക്ട് ചെയ്ത് വിടുന്നത്? ഇപ്പൊ നമുക്കറിയാം, നമ്മൾ എലക്ട് ചെയ്ത MP-മാരെ നമ്മൾ എലക്ട് ചെയ്ത് വിടുന്നു അല്ലെ? എവിടേക്കാണ് നമ്മൾ വോട്ട് ചെയ്യുക? ലോകസഭയ്ക്കാണ് നമ്മൾ പാർലമെന്റിലേക്ക് നമ്മൾ ഇലക്ഷൻ ചെയ്ത് വിടുക. അതേപോലെ രാജ്യസഭ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് വേറെയുണ്ട്. അപ്പൊ അതുവരെ ഉണ്ടായിരുന്നില്ല. അതുവരെ ഒരു ഹൗസേ ഉണ്ടായിരുന്നുള്ളൂ.
പിന്നീട് ഈ ലോകസഭ ഇപ്പോഴത്തെ പേരാണ് ലോക്സഭ രാജ്യസഭ എന്നുള്ളത്. അന്നുണ്ടായിരുന്ന പേര് അപ്പർ ഹൗസ് ലോവർ ഹൗസ് എന്നായിരുന്നു കേട്ടോ. ഇപ്പോഴും നമ്മൾ ചിലപ്പോൾ ആ പേരുകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. എന്നാലും രണ്ട് രീതിയിൽ സെൻട്രൽ ഗവൺമെന്റിൽ അപ്പർ ഹൗസും, അതായത് അപ്പർ ഹൗസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ രാജ്യസഭ എന്നാണ് നമ്മൾ അതിനെ പറയാ പേര്. ലോവർ ഹൗസ് എന്ന് പറഞ്ഞാൽ ലോക്സഭ. ഈ രണ്ട് രീതിയിൽ ലോക്സഭയും രാജ്യസഭയും, അതായത് അപ്പർ ഹൗസും ലോവർ ഹൗസും കൊണ്ടുവന്നത് ആ പേരാണ് എന്താ, ബൈക്യാമറലിസം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 1919 ആക്ടില് ഓരോ പ്രൊവിൻസ് പറഞ്ഞാൽ സംസ്ഥാനം എന്നുള്ള ഒരു കോൺസെപ്റ്റ്, പ്രൊവിൻസുകളിൽ എന്ത് സംഭവിക്കുന്നു, ഡയാർക്കി. പ്രൊവിൻസുകളിൽ എന്താണ്, ഡയാർക്കി. സെൻട്രൽ ഗവൺമെന്റിൽ എന്താ, സെൻട്രൽ ഗവൺമെന്റില് ബൈക്യാമറലിസം, ലോക്സഭയും രാജ്യസഭയും രണ്ടാക്കി. ഓക്കെ, അപ്പൊ ഈ രണ്ട് പോയിന്റ് ഓർത്ത് വെക്കുക. എന്താണ് ലോക്സഭ, എന്തിനാണ് രാജ്യസഭന്റെ എന്താണ് ഇമ്പോർട്ടൻസ് എന്താണെന്നൊക്കെ നമുക്ക് വരും ക്ലാസ്സുകളിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് നോക്കൂ. മൂന്നാമത്തെ പോയിന്റ്, ക്രിയേറ്റഡ് ന്യൂ ഓഫീസ്. ന്യൂ ഓഫീസ് പറഞ്ഞാൽ പുതിയ തസ്തിക. എന്താണ്, ഹൈ കമ്മീഷണർ ഫോർ ഇന്ത്യ. പുതിയൊരു പോസ്റ്റും കൂടി ഉണ്ടാക്കണം. എന്താണ്, ഹൈ കമ്മീഷണർ ഫോർ ഇന്ത്യ. ഹൈ കമ്മീഷണർ ഫോർ ഇന്ത്യ ആദ്യമായിട്ട് ഉണ്ടാക്കിയത് ഏത് നിയമത്തിലാണെന്ന് ചോദിക്കാം. 1919 നിയമത്തിലാണ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അതിന്റെ വേറെ പേരെന്താ, മൊണ്ടേഗോ ചെംസ്ഫോർഡ് റിഫോംസ്. മൊണ്ടേഗോ ആരാണ്, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. ചെംസ്ഫോർഡ് ആരാണ്, വൈസ്രോയ്. ഓക്കെ, അപ്പോ ഒരു ഹൈ കമ്മീഷണർ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ലണ്ടനിൽ ഉണ്ടാക്കുന്നു ഈ നിയമത്തിൽ കേട്ടോ. ഇനി അടുത്ത പോയിന്റ്, ലാസ്റ്റ് പോയിന്റ് നോക്ക് എന്താന്നുള്ളത്. പ്രൊവൈഡഡ് ഫോർ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് പബ്ലിക് സർവീസ് കമ്മീഷൻ. അപ്പൊ നമ്മള് ഡിഫൻസ് എക്സാംസ് ഒക്കെ ആണെങ്കിൽ എന്താണ്, ഒരുപാട് ഇതുണ്ട്, അതായത് ഡിപ്പാർട്ട്മെന്റുകൾ നടത്തും അല്ലെ. അതേപോലെ തന്നെ നമുക്ക് എന്താണ് UPSC എന്ന് പറഞ്ഞ് നമുക്ക് ഇപ്പോൾ ഉണ്ട്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് എക്സാംസ് നടത്തുന്നത് UPSC ആണ്. അതുപോലെ തന്നെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഉണ്ട്, എക്സാം നടത്തുന്നത്. ഓരോ സംസ്ഥാനങ്ങൾക്ക് അതാത് PSC ഉണ്ട്. ഇപ്പൊ കേരളത്തിലാണെങ്കിൽ കേരള PSC ഉണ്ട്, തമിഴ്നാട് TNPSC എന്ന് പറയും, തമിഴ്നാട് PSC എന്ന് പറയും. ഈ PSC ആദ്യമായിട്ട് എക്സാം നടത്തുന്നത്, അത് എക്സാം എന്തിനാണ്, സുതാര്യമായിട്ട് കൃത്യമായിട്ട് എക്സാം നടത്തണം, കറക്റ്റ് ആയിട്ട് യോഗ്യതയുള്ളവർ മാത്രമേ വരാൻ പാടുള്ളൂ എന്നുള്ള ഉദ്ദേശത്തോടെ ഈ പബ്ലിക് സർവീസ് കമ്മീഷൻസ് എക്സാം നടത്തുക എന്നുള്ളതാണ് അവരുടെ എന്താണ് കടമ. അപ്പൊ ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ കൊണ്ടുവരണം എന്നുള്ള നിയമത്തിലൂടെ കൊണ്ടുവന്നത് എപ്പോഴാണ്, 1919 ഈ നിയമത്തിലാണ്. പക്ഷെ കുറെ സമയം എടുത്തു അത് നടപ്പിലാക്കാൻ. എപ്പോഴാണ് നോക്കൂ, 1926 എന്നിട്ട് ആദ്യമായിട്ട് ഒരു സെൻട്രൽ പബ്ലിക് സർവീസ്, സെൻട്രൽ പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റിന് വേണ്ടിയുള്ള, സെൻട്രൽ ഗവൺമെന്റ് ജോലികൾക്ക് വേണ്ടിയുള്ള ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ ഇന്ത്യയിൽ ആദ്യമായിട്ട് നിലവിൽ വന്നത് 1926. പക്ഷെ ഇതിങ്ങനെ നിലവിൽ വരണം എന്നൊരു നിയമത്തിലൂടെ കൊണ്ടുവന്നത് എപ്പോഴാണ്, 1919 നിയമത്തിലാണ്. അപ്പൊ ഈ 4 പോയിന്റും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 4 പോയിന്റും ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്, സെൻട്രൽ ഗവൺമെന്റിലാണെങ്കിൽ എന്താണ്, ബൈക്യാമറലിസം. സ്റ്റേറ്റ് പ്രൊവിൻസുകളിലാണെങ്കിൽ എന്താണ്, ഡയാർക്കി. വാക്കുകൾ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, പ്രൊവിൻസ് താഴെയാണെങ്കിൽ ഡയാർക്കി, മേലെയാണെങ്കിൽ എന്താണ്, സെൻട്രൽ ഗവൺമെന്റിലാണെങ്കിൽ ബൈക്യാമറലിസം. പിന്നെ അതുപോലെ തന്നെ എന്താണ്, ഒരു പുതിയൊരു തസ്തിക ഉണ്ടാക്കുന്നു, ഹൈ കമ്മീഷണർ ഓഫ് ഇന്ത്യ. എവിടെയാണ്, ലണ്ടനിലെ. അതുപോലെ തന്നെ എന്താ, ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ PSC, സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റിന് വേണ്ടിയുള്ള കേട്ടോ. അത് നടപ്പിലാക്കണം എന്ന് പറഞ്ഞത് ഈ നിയമത്തിലാണ്. പക്ഷെ നടപ്പിലാക്കിയത് എപ്പോഴാണ്, കുറച്ച് സമയം എടുത്തു. 1926, 1926 അത് നടപ്പിലായത്. ചോദിക്കാം, ഇന്ത്യയിൽ ആദ്യമായിട്ട് പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വന്ന ദിവസം ഏതാണ്, സെൻട്രൽ പബ്ലിക് കമ്മീഷൻ കൊണ്ട് നിലവിൽ വന്ന വർഷം ഏതാണെന്ന് വെച്ചാൽ 1926. ഏത് നിയമത്തിലൂടെ കൊണ്ടുവരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 അല്ലെങ്കിൽ മൊണ്ടേഗോ ചെംസ്ഫോർഡ് റിഫോംസ്. ഓക്കെ, ഈ പോയിന്റ്സ് എല്ലാം ഓർത്ത് വെക്കുക. പിന്നെ നമ്മൾ പലപ്പോഴും നിങ്ങൾ സ്കൂളിലൊക്കെ കേട്ടണം സൈമൺ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് അല്ലെ. എന്ത് സൈമൺ കമ്മീഷൻ? ഈ നിയമം 1919 നിയമം ശരിക്കും ഇന്ത്യയിൽ നടപ്പിലാവുന്നുണ്ടോ, അല്ലെങ്കിൽ അത് നടപ്പിലാക്കേണ്ട എന്തെങ്കിലാണ് മാറ്റം വരുത്തേണ്ടത് എന്ന് വിശകലനം ചെയ്യാൻ വേണ്ടി, അത് പഠിക്കാൻ വേണ്ടി ഒരു കമ്മീഷൻ എപ്പോഴും ഒരു നിയമം കൊണ്ടുവന്ന 10 വർഷം കഴിഞ്ഞിട്ടാണ് ആ കമ്മീഷൻ കൊണ്ടുവരിക. എപ്പോഴും നടക്കുന്ന കാര്യമായിരുന്നു. പക്ഷെ നോക്കൂ, 1919 ഈ നിയമം നടപ്പിലായത്. എന്നിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കേണ്ടത് 10 വർഷം കഴിയാന്ന് പറഞ്ഞാൽ എപ്പോഴായിരിക്കണം, 1929 വരേണ്ടത് അല്ലെ. പക്ഷെ ഇവരെന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ, ബ്രിട്ടീഷ് ഗവൺമെന്റ് ആ സമയത്തുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളെല്ലാം കാരണം 2 വർഷം മുന്നായിട്ട് കൊണ്ടുവന്നു. 1929 കൊണ്ടുവരുന്ന കമ്മീഷനെ എപ്പോ കൊണ്ടുവരുന്നു, 1927 കൊണ്ടുവരുന്നു. ആ കമ്മീഷനിൽ പക്ഷെ ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന ഒരു നിയമത്തിൽ ഇന്ത്യക്കാർക്ക് ഒരു അഭിപ്രായം പറയാനുള്ള ഒരു ഒറ്റ ഇന്ത്യക്കാരൻ പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്നിട്ട് ആ കമ്മീഷന്റെ തലവൻ, ഹെഡിന്റെ പേരാണ് സൈമൺ. അതുകൊണ്ടാണ് ആ കമ്മീഷന്റെ പേര് നോക്കൂ, സൈമൺ കമ്മീഷൻ. 1927, 1919 ആക്ട് മര്യാദയ്ക്ക് നടക്കണ്ടോ ഇല്ലയോ എന്നുള്ളത് വിശകലനം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കമ്മീഷൻ ആയിരുന്നു ഈ സൈമൺ കമ്മീഷൻ. എക്സാക്ട് വരേണ്ട ഡേറ്റ് 1929 പക്ഷെ എന്ത് ചെയ്തു, 2 വർഷം മുന്നായിട്ട് വന്നു. ഒരു ഇന്ത്യക്കാരൻ പോലും ആ കമ്മീഷനിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ കമ്മീഷന് വേറൊരു പേരുണ്ട്, ഓൾ വൈറ്റ് കമ്മീഷൻ. ഓൾ വൈറ്റ് കമ്മീഷൻ. എന്താ ഓൾ വൈറ്റ് പറഞ്ഞ?
എല്ലാം വെള്ളക്കാരായിരുന്നു. ഇതിൽ ഒരു ഇന്ത്യക്കാരൻ പോലും ഉണ്ടായിരുന്നില്ല. അപ്പൊ ചിലപ്പോൾ അങ്ങനെ ചോദിക്കാം, ഓൾ വൈറ്റ് കമ്മീഷൻ എപ്പോഴാണ് വന്നത്? 1927. അല്ലെങ്കിൽ അതിന്റെ വേറെ ശരിക്കുള്ള പേര് എന്താണ്? സൈമൺ കമ്മീഷൻ എപ്പോഴാണ് വന്നത്? 1927 കേട്ടോ. എന്നിട്ട് ഇവർ എന്തിനീ വൈറ്റ് പേപ്പർ ഓൺ കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊക്കെ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോം, ഈ നിയമങ്ങളൊക്കെ ഉണ്ടാക്കുന്ന എന്തിനാണ്? കോൺസ്റ്റിറ്റ്യൂഷനിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക, അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ. വൈറ്റ് പേപ്പർ എന്ന് പറഞ്ഞാൽ അതിൽ അഭിപ്രായങ്ങൾ ഇവരാണ് രേഖപ്പെടുത്തുക. ഇതിനനുസരിച്ചായിരിക്കും അടുത്ത നിയമം വരിക കേട്ടോ. അപ്പൊ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഈ നിയമം ഭയങ്കര ഈ കമ്മീഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഈ കമ്മീഷൻ വന്നപ്പോൾ ഇന്ത്യയിൽ ഭയങ്കരമായിട്ട് പ്രതിഷേധം ഉണ്ടായിരുന്നു. പ്രതിഷേധത്തിന്റെ കാര്യം എന്താണ്? ഈ ഓൾ വൈറ്റ്, അതായത് എല്ലാവരും വെള്ളക്കാരാണ്. ഇതിൽ ഇന്ത്യയിൽ നടപ്പാക്കുന്ന നിയമത്തിൽ ഒരു ഇന്ത്യക്കാരൻ പോലും അതിൽ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഭയങ്കര പ്രതിഷേധം ഉണ്ടായിരുന്നു. ആ പ്രതിഷേധത്തിൽ നമ്മുടെ ഒരു ഫ്രീഡം ഫൈറ്റർ, ഏറ്റവും മുതിർന്ന ഒരു ഫ്രീഡം ഫൈറ്റർ, ലാലാ ലജ്പത് റായ് എന്നൊക്കെ പറയും, നിങ്ങൾ പേര് കേട്ടിട്ടുണ്ടാവണം. അദ്ദേഹം മരണപ്പെടുന്നത് ഈ സൈമൺ കമ്മീഷന് എതിരെയുള്ള പ്രതിഷേധത്തിൽ അദ്ദേഹത്തിന് തലയ്ക്ക് അടി കിട്ടിയിട്ട്, തലയിൽ എന്താ പറയാ, കുതിരപ്പുറത്ത് വന്നിട്ട് തലയിൽ ലാത്തി കൊണ്ട് തലയ്ക്ക് അടിച്ച് കൊല്ലുമായിരുന്നു. അപ്പൊ നമുക്ക് ചരിത്രം പഠിക്കുമ്പോൾ അത് എന്തൊക്കെ നോക്കാം. അപ്പൊ ഈ സൈമൺ കമ്മീഷന്റെ വന്നപ്പോ വളരെയധികം പ്രതിഷേധമായിരുന്നു. ആ പ്രതിഷേധത്തിൽ നമുക്ക് ഏറ്റവും നമ്മുടെ മുതിർന്ന ഒരു സ്വാതന്ത്ര്യ സമര സേനാനി, അല്ലെങ്കിൽ ഫ്രീഡം ഫൈറ്റർ ലാലാ ലജ്പത് റായ് മരണപ്പെടുകയാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, ഇനി അടുത്തത്, അതേപോലെ തന്നെ അടുത്തൊരു പോയിന്റ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് കമ്മ്യൂണൽ അവാർഡ് കേട്ടോ. എന്താ കമ്മ്യൂണൽ അവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം ഏറ്റവും പ്രശ്നം എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യണത്? ഇന്ത്യ വിഭജിക്കാനുള്ള നിയമം ഏതായിരുന്നു? 1909 ഉള്ള ഈ മിന്റോ മോർലി റിഫോംസ് ആയിരുന്നു അല്ലെ. അപ്പൊ ഇത് മതപരമായിട്ടുള്ള എന്താണ്, ഒരു റിസർവേഷൻ കൊടുക്കുകയാണ്. മതപരമായിട്ട് എന്ത് ചെയ്യുന്നു? വോട്ട് ചെയ്യാനുള്ള അധികാരം മതത്തിന്റെ അടിസ്ഥാനത്തിൽ കൊടുത്തതാണ് 1909. ഏറ്റവും ഇന്ത്യനെ രണ്ടായി വിഭജിക്കാൻ വേണ്ടിയുള്ള ആദ്യത്തെ സ്റ്റെപ്പ് ഈ നിയമമാണ്. പക്ഷെ ഇവർ അതിലോട് നിർത്തിയില്ല. പിന്നെയും ഇവര് പ്രശ്നം ഉണ്ടാക്കി, ബ്രിട്ടീഷുകാര്. എങ്ങനെ ഉണ്ടാക്കി നോക്കൂ. ഈ കമ്മ്യൂണൽ അവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതപരമായിട്ടുള്ള ഈ റിസർവേഷന് പുറമെ ജാതിപരമായിട്ട്, കാസ്റ്റ് പരമായിട്ടും കൂടെ കൊടുക്കാൻ ശ്രമിച്ചു. പക്ഷെ നടന്നില്ല കേട്ടോ. അപ്പൊ ആ സമയത്ത് ഗാന്ധിജി ഏർവാട ജയിലില് സത്യാഗ്രഹം, എന്താ പറയാ, ഭക്ഷണം കഴിക്കാതെ എല്ലാം കടന്നിട്ട് അത് ഭയങ്കരമായിട്ട് പ്രശ്നമൊക്കെ ആയിട്ട് ഇത് നടപ്പിലായില്ല. ഈ കമ്മ്യൂണൽ അവാർഡ് നടപ്പിലായില്ല. കമ്മ്യൂണൽ അവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ മതപരമായിട്ടുള്ള റിസർവേഷൻ കൂടെ അല്ലാതെ ജാതിപരമായിട്ടും കൂടെ എന്ത് ചെയ്യണു? റിസർവേഷൻ കൊടുക്കണം എന്നുള്ള ഒരു നിയമമാണ് എന്ത്? ഈ കമ്മ്യൂണൽ അവാർഡ് 1932. ആ സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ പേര് ഇമ്പോർട്ടന്റ് ആണ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ പേര് നോക്കുന്നത് രാംസെ മാക്ഡൊണാൾഡ്. ഓക്കെ, ഇത്ര മാത്രം അറിഞ്ഞാൽ മതി. 1932 കമ്മ്യൂണൽ അവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതിപരമായിട്ടുള്ള സംവരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കാണുന്ന എക്സാം എഴുതാനുള്ള സംവരണമല്ല, വോട്ടിങ്ങിൽ കേട്ടോ. അതായത് സെപ്പറേറ്റ് ഇലക്ടറേറ്റ് ആർക്ക് കൂടെ കൊടുക്കാൻ പോകുന്നു? ജാതി ആരാണോ ജാതി കൂടുതലായിട്ട് നിൽക്കുക. അപ്പൊ എന്താവും? ഇന്ത്യ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലും ജനങ്ങൾ തമ്മിൽ തരണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കൊണ്ടുവന്ന ഒരു നിയമമായിരുന്നു 1932 കമ്മ്യൂണൽ അവാർഡ്. പക്ഷെ അത് നടപ്പിലായില്ല. പക്ഷെ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞ എല്ലാ നിയമങ്ങളും നടപ്പിലായി കേട്ടോ. ജാതിപരമായിട്ടുള്ള ഈ സെപ്പറേറ്റ് ഇലക്ടറേറ്റ് നടപ്പിലായില്ല. ആ സമയത്ത് കൊണ്ടുവരാൻ ശ്രമിച്ചു. 1932 ഈ കമ്മ്യൂണൽ അവാർഡ് എന്നാണ് അതിന്റെ പേര്. കൊണ്ടുവരുന്ന സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? രാംസെ മാക്ഡൊണാൾഡ്, 1932. ഓക്കെ, ഇനി അടുത്ത ലാസ്റ്റ് നിയമം കേട്ടോ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഇതിലുള്ള ഈ നിയമത്തിൽ വന്ന പല കാര്യങ്ങളും നടപ്പിലായില്ല. കാരണം നമുക്കറിയാം ആ സമയത്താണ് സെക്കൻഡ് വേൾഡ് വാർ, രണ്ടാം മഹാലോക യുദ്ധമൊക്കെ നടക്കുന്നത് ഈ 1935 ശേഷമാണ് നടക്കുന്നത്. അപ്പൊ അത് കാരണം പല ഇഷ്യൂസ് കാരണം എന്താണ്, ഈ നിയമം നടപ്പിലായില്ല. എന്നിരുന്നാലും ഇതിൽ 2 പോയിന്റ്സ് നമുക്ക് അറിഞ്ഞിരിക്കണം. ഇതില് നമുക്കറിയാം ഡയാർക്കി ഇൻ പ്രൊവിൻസ് അല്ലെ. എപ്പോഴാണ്? 1919 നിയമത്തിൽ നമ്മൾ എന്തുകൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു? ഡയാർക്കി അല്ലെ. പ്രൊവിൻസിലൊക്കെ ഡയാർക്കിയും സെൻട്രൽ ഗവൺമെന്റ് എന്താണ്? ബൈക്യാമറലിസം, ലോക്സഭ രാജ്യസഭ രണ്ടെണ്ണമാക്കി വിഭജിച്ചിട്ടുണ്ടായിരുന്നു. ഈ 1935 ആക്ടില് ഈ പ്രൊവിൻസുകളുടെ ഡയാർക്കി ഒഴിവാക്കിയിട്ട് ഓട്ടോണമി കൊടുക്കുകയാണ്. എന്താണ് പ്രൊവിൻഷ്യൽ ഓട്ടോണമി പറഞ്ഞു കഴിഞ്ഞാൽ? ഡയാർക്കി എന്തായിരുന്നു? ഡയാർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഗവർണർക്കും കുറച്ച് എലക്ട് ചെയ്യപ്പെടുന്ന മന്ത്രിസഭയ്ക്കും നിയമങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളത്. അതെടുത്ത് കളഞ്ഞിട്ട് പ്രൊവിൻസിന് ഭയങ്കര ഓട്ടോണമി എന്ന് പറഞ്ഞാൽ എന്താ? വളരെയധികം അധികാരം കൊടുക്കുകയാണ്. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തെന്നുള്ള രീതിയിൽ ഓട്ടോണമി കൊടുക്കുകയാണ് 1935 ആക്ടില്. അതുപോലെ തന്നെ ഇന്ത്യയില് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് എപ്പോഴാണ്? ഒരുപാട് എക്സാംസിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് ഈ നിയമത്തിലൂടെയാണ്. 1935 നിയമത്തിലൂടെയാണ് ഇന്ത്യയിലെ റിസർവ് ബാങ്ക് നിലവിൽ വരുന്നത്. ആ റിസർവ് ബാങ്ക് നിലവിൽ വരണമെന്നുകൊണ്ട് ഒരു കമ്മീഷൻ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കമ്മീഷന്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ഈ റിസർവ് ബാങ്ക് നിലവിൽ വരുന്നത്. ആ കമ്മീഷന്റെ ഹെഡിന്റെ പേരാണ് ഹിൽട്ടൺ യങ്. അപ്പൊ ഹിൽട്ടൺ യങ് കമ്മീഷന്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് റിസർവ് ബാങ്ക് നിലവിൽ വരുന്നത്. ആ റിസർവ് ബാങ്ക് പറഞ്ഞാൽ അറിയില്ല, എല്ലാവർക്കും അറിയുന്ന ഞാൻ വിചാരിക്കുന്നു. റിസർവ് ബാങ്ക് എന്ന് പറഞ്ഞാൽ എല്ലാ ബാങ്കുകളുടെയും ഹെഡ് റിസർവ് ബാങ്കാണ് മൊത്തമായിട്ട് കൺട്രോൾ ചെയ്യുക.
കേട്ടോ. അതായത് നോട്ടുകൾ അച്ചടിക്കുന്നത് ഉൾപ്പെടെ ₹1 കോയിൻ അടിക്കുന്നത് റിസർവ് ബാങ്ക് അല്ല, അത് ഫിനാൻസ്. അത് പിന്നീട് പറയാം, നമുക്കത് പിന്നീട് എക്കണോമിക് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും കേട്ടോ. പക്ഷേ ഇന്ത്യയിലുള്ള എല്ലാ ബാങ്കുകളെയും കൺട്രോൾ ചെയ്യുന്ന റിസർവ് ബാങ്കാണ്. ആ റിസർവ് ബാങ്ക് നിലവിൽ വന്നത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമല്ല. ആദ്യം മനസ്സിലാക്കേണ്ടത് 1935 നിയമപ്രകാരമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വരുന്നത്. അത് ഇങ്ങനത്തെ റിസർവ് ബാങ്ക് വേണം എന്നുള്ള ഒരു കമ്മീഷൻ, അത് ഒരു കമ്മീഷൻ റെക്കമെൻഡേഷൻ പ്രകാരമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വരുന്നത്. ആ കമ്മീഷന്റെ പേര് ഓർത്ത് വെക്കുക, ഹിൽട്ടൺ യങ് കമ്മീഷൻ. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കാനുള്ളത് കേട്ടോ. അതായത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഹിസ്റ്ററി പഠിക്കാനുള്ളത്. ആദ്യത്തെ കാലഘട്ടം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് കാലഘട്ടം ഏതായിരുന്നു? ഫസ്റ്റ് കാലഘട്ടം 1773 മുതൽ 1758 വരെ 4 നിയമങ്ങളാണ് പഠിച്ചത് അല്ലെ. പിന്നെ അതിനുശേഷം അത് എന്താണ്, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരിക്കുമ്പോൾ, പിന്നെ ബ്രിട്ടീഷ് ഗവൺമെന്റ് നേരിട്ട് ഭരിക്കുമ്പോൾ നമ്മൾ പഠിച്ച നിയമങ്ങൾ എന്തൊക്കെയാ? നമ്മൾ പഠിച്ചത് ഒന്നാമത്തെ നിയമം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 858. അതിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പിരിച്ചുവിടുന്നു. പിന്നെന്താണ്, ഡബിൾ ഗവൺമെന്റ് ഒക്കെ വിട്ട വൈസ്രോയ് എന്നുള്ള ഒരു പോസ്റ്റ് എല്ലാം കൊണ്ടുവരുന്നു അല്ലെ. അടുത്ത നിയമം എന്താ? 861. അടുത്തത് 892. പിന്നെ അതിനേക്കാളൊക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിയമമാണ് 1909 മിന്റോ മോർലി റിഫോംസ് കേട്ടോ. കമ്മ്യൂണൽ റെപ്രസെന്റേഷൻ, സെപ്പറേറ്റ് ഇലക്ടറേറ്റ്. പിന്നെ അടുത്ത വരുന്ന നിയമം ഏതാ? 1919 മൊണ്ടേഗോ ചെംസ്ഫോർഡ് റിഫോംസ്. അതില് നമുക്ക് 2-3 പേരുകൾ പഠിക്കാമെന്ന്, ഡയാർക്കി, ബൈകാമറലിസം എന്നെല്ലാം പറഞ്ഞിട്ട് പുതിയൊരു വാക്കുകൾ പഠിക്കണം. അതിന് ഈ നിയമത്തിനെ പരിശോധിക്കുന്നത് നേരെ നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ വന്നിട്ടുള്ള ഒരു കമ്മീഷനാണ് എന്താ? സൈമൺ കമ്മീഷൻ 1927. അതുപോലെ 1932 ഉണ്ടാകുന്ന നമ്മളൊരു ആക്ട് കൂടെ പഠിക്കണം. എന്താ? കമ്മ്യൂണൽ അവാർഡ് നടപ്പിലായില്ല. റാംസേ മക്ഡൊണാൾഡ് ആണ് ആ സമയത്തുണ്ടായിരുന്ന ബ്രിട്ടീഷിന്റെ പ്രധാനമന്ത്രി. ഓക്കെ. അതേപോലെ 1935 ആക്ട്. അപ്പൊ നമ്മൾ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ നിയമങ്ങൾ നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്? ഈ നിയമങ്ങളൊക്കെ നമുക്ക് ഹിസ്റ്ററിയിലല്ലേ വരേണ്ടത്? നമ്മൾ ചിന്തിക്കാറുണ്ട് അല്ലെ, ഇതൊക്കെ നമ്മൾ ഹിസ്റ്ററിയിലല്ലേ പഠിക്കേണ്ടത്? നമ്മൾ എന്തിനാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ പഠിക്കുന്നത്? ആവശ്യമുണ്ട്. കാരണം ഈ നിയമങ്ങളിൽ നിന്നെല്ലാം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതുന്ന സമയത്ത്, നമ്മൾ ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതുന്ന സമയത്ത് ഈ നിയമങ്ങളിൽ നിന്നെല്ലാം നമ്മൾ ഒരുപാട് കടമെടുത്തിട്ടുണ്ട്. റെഫറൻസ് ചെയ്തിട്ട്, കടമെടുക്കുക എന്നുള്ളതിനേക്കാളും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു വാക്ക് എന്താണ്? അത് നല്ല റെഫറൻസ് എടുത്തിട്ടാണ് നമ്മൾ. ഇതെന്ന് മാത്രമല്ല, ഒരുപാട് നമ്മൾ 11 സ്ഥലങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൽ ഒരു സ്ഥലം എന്താണ്, നമ്മൾ ഇവിടെ ഭരിച്ചിട്ടുണ്ടായിരുന്ന ബ്രിട്ടീഷുകാരൻ എന്താണ് നമ്മൾ എഴുതിയിട്ട് അവരുണ്ടാക്കിയ നിയമങ്ങളിൽ നിന്നും നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മൾ കണ്ടിന്യൂ ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, അതായത് ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ, കോൺസ്റ്റിറ്റ്യൂഷന്റെ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ സെഷനിൽ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇനി വരുന്നത് എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതുന്ന സമയത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ കാര്യങ്ങൾ കേട്ടോ. കോൺസ്റ്റിറ്റ്യൂഷൻ എന്തൊക്കെയാണ്, അതിൽ ഓരോ ആർട്ടിക്കിൾസ് എന്തൊക്കെയാണെന്നുള്ളതെല്ലാം നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ എല്ലാവർക്കും താങ്ക്സ്.